മധ്യത്തിലുള്ള ദൈവ സാന്നിധ്യം ആഴത്തിൽ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് അങ്ങയുടെ വചനത്തിന്റെ ചുറ്റും ഇരിപ്പാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിൽ കൂടെ ഞങ്ങളോട് ഹൃദ്യമായി സംസാരിക്കണം. വചനം സംസാരിക്കുന്ന അടിയനോട് സംസാരിക്കണം, നിന്റെ ജനത്തോട് സംസാരിക്കണം. ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കണം കർത്താവ്. പ്രത്യേകിച്ച് അവിടുത്തെ വിലയേറിയ കർത്താവെ, അവിടുത്തെ ദാസനായിരുന്ന അബ്രഹാമിനെ കുറിച്ച് ഇന്ന് പകൽക്കാലം ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ അത് പകർത്തേണ്ടതൊക്കെ പകർത്തുവാൻ സ്വർഗം ഇന്ന് പകൽക്കാലം ഞങ്ങൾക്കൊരു കൃപ തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുക. വിശ്വാസവീരനായിരുന്ന അബ്രഹാം, ഹല്ലേലൂയ, സ്തോത്രം. അങ്ങയുടെ വിളികേട്ട് ഇറങ്ങിത്തിരിച്ച അബ്രഹാമിന്റെ ജീവിതം ഞങ്ങൾക്ക് ഒരുപാട് പാഠങ്ങൾ നൽകുന്നുണ്ടല്ലോ. ആ പാഠങ്ങളൊക്കെ ഇന്ന് പകൽക്കാലം ഞങ്ങൾ ചിന്തിക്കുമ്പോൾ ഞങ്ങൾ വെറുതെ ചിന്തിച്ച് കർത്താവെ മറന്നു കളയുന്നവരായിട്ടത് ജീവിതത്തിൽ അത് പ്രായോഗികമാക്കുവാൻ സ്വർഗം ഞങ്ങളെല്ലാവരെയും സഹായിക്കണം. ക്രൂശിന്റെ മറവിൽ മറച്ചടിനെ ഇരുത്തണം. നാവിൽ മേൽ അഗ്നി അഭിഷേകം തരണം. ആത്മാവിന്റെ കവിഞ്ഞൊഴുക്കി ഞങ്ങളുടെ മധ്യത്തിൽ തരണം. അങ്ങ് സകലത്തിലും മഹത്വമെടുക്കണം. ഹല്ലേലൂയ. പുത്രന്റെ ക്രൂശിന്റെ മധ്യത്തിൽ ഉയർത്താൻ കൃപ തന്നാൽ സകല മഹത്വം എടുക്കണം. ക്രൂശിന്റെ മറവിൽ മറച്ചു നിൽക്കണം. യേശു ക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിൽ തന്നെ. ഇന്നത്തെ നമ്മുടെ വചനത്തിലെ ചിന്തയുടെ അടിസ്ഥാനമായിട്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-8. നീയോ എന്റെ ദാസനായ ഇസ്രായേലേ, ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബേ, എന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതി. മതി. എന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതിയെ ദൈവം യെശയ്യാവിൽ കൂടെ ഇസ്രായേൽ മക്കളോട് പ്രവചനാത്മാവിൽ സംസാരിക്കുമ്പോൾ ദൈവം പറയുന്ന ഒരു കാര്യമാണ് എന്റെ സ്നേഹിതനായ അബ്രഹാം. പ്രിയമുള്ളവർ, ഈ കാലഘട്ടം നമ്മൾ ആലോചിക്കണം. പുതിയ നിയമ കാലഘട്ടമല്ല. പുതിയ നിയമ കാലഘട്ടത്തിൽ നമുക്ക് അബ്ബാ, പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ ദൈവം തന്നെങ്കിൽ പഴയ നിയമ കാഴ്ചപ്പാടെന്ന് പറയുന്നത് അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തെ അവർ ദൈവമേ എന്ന് സംബോധന ചെയ്യാൻ പോകുന്ന ഒരു മനുഷ്യരുന്നു. കാരണം അത്രമാത്രം ഭയഭക്തിയോടുകൂടിയാണ് ദൈവസന്നിധി വന്നത്. അതുകൊണ്ടാണ് യാഹ് എന്നുള്ള നാമം തന്നെ വന്നത്. അതുകൊണ്ടാണ് അവനൊരു പേരില്ല. കാരണം അവന് പേരിടാൻ സാധ്യമല്ല. അവൻ അതിനൊക്കെ പേര് ഉന്നതനാണ്. ആർക്കും കടന്നു ചെല്ലാൻ കഴിയാത്തവനാണ്. മഹാപുരോഹിതന് മാത്രം ആണ്ടിലൊരിക്കൽ കടന്നു ചെല്ലാൻ, അവന്റെ സന്നിധിയിൽ കടന്നു ചെല്ലാൻ മാത്രമാണ് അവകാശം. അങ്ങനെയുള്ള ഒരു ദൈവസന്നിധിയെ കുറിച്ചുള്ള കാഴ്ചപ്പാട് നിൽക്കുമ്പോൾ അബ്രഹാമിനെ കുറിച്ച് ദൈവം പറയുകയാണ് എന്റെ സ്നേഹിതനായ അബ്രഹാം. ഹല്ലേലൂയ. എത്ര മഹത്വകരമായ ഒരു കാര്യം. ദൈവനാണ് ദൈവം. ഭൂമിയെയും ഭൂമണ്ഡലത്തെ നിർമ്മിച്ചവൻ, അനാദിയായും ശാശ്വതമായും ദൈവമായിരിക്കുന്നവൻ, സമുദ്രത്തിന് കടന്നുകൂടാത്തവൻ, അതിരിട്ടവൻ, നക്ഷത്ര ഗോളങ്ങളെ അതാത് സ്ഥാനങ്ങളിൽ നിർത്തിയിരിക്കുന്നവൻ പറയുകയാണ് അബ്രഹാം എന്റെ സ്നേഹിതനായ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, എന്നെയും നിങ്ങളെയും കുറിച്ച് സാക്ഷ്യം ദൈവത്തിന് പറയാൻ കഴിയുമെങ്കിൽ എത്ര നന്നായിരുന്നല്ലേ. നാം ദൈവത്തിന്റെ സ്നേഹിതന്മാരെന്ന് സാക്ഷ്യം കൈക്കൊള്ളുവാൻ ദൈവം നമ്മളെ ഇന്നത്തെ വചനകേൾവി മുഖാന്തരമാക്കി തീർക്കട്ടെ. എങ്ങനെയാണ് അബ്രഹാമിന് ദൈവത്തിന്റെ സ്നേഹിതനാകാൻ കഴിഞ്ഞത് എന്നുള്ളത് അബ്രഹാമിന്റെ ജീവിതത്തിൽ നിന്ന് അല്പമായി ചിന്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരുപാട് അബ്രഹാമിന്റെ ജീവിതത്തെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുള്ളവരാ. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി അബ്രഹാമിന്റെ ജീവിതത്തെ കുറിച്ച് അവന്റെ ആദ്യം മുതൽ ഒരു ചെറിയൊരു ഓട്ടപ്രദർശനമാണ് ഇന്ന് പൽക്കാലം നടത്താനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട് അബ്രഹാമിന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന പ്രത്യേകത ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തെന്നാൽ നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. പ്രിയമുള്ളവരെ, അബ്രഹാം ദൈവം ഒരിക്കൽ പ്രത്യക്ഷനായിട്ട് ദൈവം അബ്രഹാമിനോട് പറയും, അബ്രഹാമേ, നിന്റെ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും എല്ലാവരെയും വിട്ടിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. അബ്രഹാമിന്റെ എത്രാമത്തെ വയസ്സിലായി പറയുന്ന ദൈവം? എത്രാമത്തെ വയസ്സിലാണ് ദൈവം അബ്രഹാമിനെ വിളിക്കുന്നത്? വെറുതെ ഉൽപ്പത്തി പുസ്തകം 12:4. യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ അബ്രഹാം പുറപ്പെട്ടു. ലോത്തും അവനോട് കൂടെ പോയി. ഹാരാനിൽ നിന്ന് പുറപ്പെടുമ്പോൾ അബ്രഹാമിന് 75 വയസ്സായി. 75 വയസ്സുള്ളപ്പോൾ അല്ലേ? സാധാരണഗതിയിൽ ഒരു 75 വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ
ഞങ്ങളെപ്പോലുള്ള ആളുകളുടെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ പിന്നെ എവിടെയെങ്കിലും ഒന്ന് സ്വസ്ഥമായിട്ട് വലിയ അല്ലൊരു വലച്ചിലൊന്നുമില്ലാതെ ശാന്തമായിട്ട് സ്വസ്ഥമായിട്ട് ബാക്കിയുള്ള ജീവിതം കഴിച്ചു കൂട്ടണമെന്നാണ് സാധാരണഗതിയിൽ ഒരു 75 വയസ്സുള്ള മനുഷ്യൻ ആഗ്രഹിക്കുന്നത്, അല്ലേ? ആണോ? അത് 75 വയസ്സുള്ള വലിയപ്പച്ചനെ ഇനി വെട്ടിപ്പിടിക്കണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ കാണുമായിരിക്കും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ ആഗ്രഹിക്കുക, എല്ലാം തീർന്നു, മക്കളെയും മോളെയും ഒക്കെ കെട്ടിച്ചയച്ചു, ഉത്തരവാദിത്തങ്ങളെല്ലാം കഴിഞ്ഞു, ഇനി സ്വസ്ഥമായിട്ടൊന്ന് കാലം നീട്ടി ഇരിക്കണം, അങ്ങനെ എല്ലാവരും ആഗ്രഹിക്കും. പക്ഷെ 75-ാമത്തെ വയസ്സിൽ ദൈവം അബ്രഹാമിനോട് പറയുക, എന്തൊരു കഠിന വാക്കല്ലേ, നീ സകലത്തെയും ഒന്ന് വിട്ടിട്ട് ഞാൻ നിന്നെ ഏത് ദേശമാണെന്ന് പോലും അബ്രഹാമിനോട് പറയുന്നില്ല, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തിലേക്ക് പോകാന്ന് പറഞ്ഞപ്പോൾ അബ്രഹാം സ്വന്തം ഭവനത്തെയും പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും തനിക്കുള്ള സമ്പത്തിനെയും എല്ലാ സ്ഥാനമാനങ്ങളെയും വിട്ടിട്ട് അബ്രഹാം ഈ ദൈവത്തിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ച് അബ്രഹാമിനെ കുറിച്ച് പറയാണ്, അവൻ എന്റെ സ്നേഹിതനാണ്. എത്ര അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം! നമുക്കൊക്കെ ദൈവം കൃപയാൽ ഈ അല്പം പാരമ്പര്യത്തിന് കെട്ടുപൊട്ടിച്ചിറങ്ങാൻ തന്നെ എന്തോരു പ്രയാസമായിരുന്നു, അല്ലേ? ഇപ്പോഴും പലർക്കും പാരമ്പര്യത്തിന് കെട്ടുപൊട്ടിച്ച് വരാൻ വലിയ പ്രയാസമാണ്. കാരണം പലരും നമ്മളോട് ചോദിക്കുന്ന അല്ലേ, നമ്മളെ ഈ പാരമ്പര്യ സഭകളിൽ നിന്നൊക്കെ വേർപെട്ട് വരുമ്പോ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ആദ്യം നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താ ചോദ്യം? എവിടാ കുടിച്ചിരുന്നേ? അവർക്ക് ശവക്കല്ലറയുണ്ടോ? പ്രിയമുള്ളവരെ, ജീവനോടെ ഇരിക്കുമ്പോ മനുഷ്യർക്ക് ആർക്കും ഒരു പ്രശ്നമില്ല. പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ കിടക്കുന്നിട എവിടെ ആയിരിക്കണം? നല്ല അടിപൊളി മാർബിളൊക്കെ ഇട്ട്, അല്ലേ? നല്ല പൊരുതു ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്ന നല്ല മാർബിളിനകത്തൊക്കെ എഴുതിയ കല്ലറയ്ക്കകത്ത് എല്ലാവർക്കും ആഗ്രഹം. അതുകൊണ്ട് എല്ലാവരുടെയും ആദ്യത്തെ ചോദ്യം, അവിടെ കല്ലറയുണ്ടോ, അടക്കാൻ സ്ഥലമുണ്ടോ? ഞാൻ പണ്ട് പറഞ്ഞ ഇപ്പോഴും എൻ്റെ ഒരു ചിന്ത അങ്ങനെ, ഈ നമ്മളെ ഈ അടക്കാൻ ഈ പ്രാണൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ നിന്ന് വേർപെട്ട് കഴിഞ്ഞാൽ ഈ അഴുകുന്ന നാറുന്ന ശരീരം എവിടെ കൊണ്ടിട്ടാൽ എന്താ കുഴപ്പം? മുനിസിപ്പാലിറ്റിയുടെ എല്ലാരെയും അടക്കുന്ന പൊതു ശ്മശാനമുണ്ട്, അവിടെ കൊണ്ട് നമ്മളെ അടക്കിയ വല്ല കുഴപ്പമുണ്ടോ? സത്തായിപ്രകാരം വന്ന് അടക്കണം. സത്തായിപ്രകാരം വരുമെങ്കിൽ ഒരു കുഴപ്പമില്ല. എഴുന്നേക്കാണ്. കടലിന്റെ നടുവിൽ കടലിന്റെ ആക്സിഡന്റ് ഉണ്ടായി കടലിൽ മരിച്ച വിശുദ്ധന്മാർ എത്ര എണ്ണം ഉണ്ട്? അവരെങ്ങനെ എഴുന്നേക്കുക? എന്തായിരുന്നാലും നമ്മളെ എവിടെ ആയിരുന്നാലും നമ്മുടെ ശരീരം ഈ ഭൂമിയോട് മണ്ണിനോട് എഴുകി ചേർന്ന് കഴിഞ്ഞു. ഞങ്ങളുടെ വല്യപ്പച്ചൻ മരിച്ചു കഴിഞ്ഞ് കുറെ വർഷം കഴിഞ്ഞാൽ വല്യമ്മച്ചി മരിച്ചു. അപ്പൊ വല്യമ്മച്ചി മരിച്ചപ്പോൾ അന്ന് അപ്പൊ ഞങ്ങളുടെ കല്ലറയിൽ തന്നെ അടക്കണമല്ലോ, കുടുംബക്കല്ലറയിൽ തന്നെ അടക്കണമല്ലോ. അപ്പൊ അടക്കാൻ വേണ്ടി പൊളിച്ചപ്പോ അതിനകത്തൊന്നുമില്ല, ആകപ്പാടെ വല്യപ്പച്ചന്റെ ഒരു കണ്ണാടി മാത്രം അവിടെ കിടപ്പുള്ളൂ. ബാക്കി കുറെ എല്ലും അതും എല്ലാം കൂടെ അത് അവിടോട്ട് തട്ടിക്കുളഞ്ഞ് വെച്ച് അതിന്റെ വെള്ളോട്ട് ഇച്ചിരി മണ്ണ് വിട്ടേച്ച് അവിടോട്ടാ വല്യമ്മച്ചിയുടെ ഡെഡ് ബോഡി വെച്ച്. അപ്പച്ചൻ മരിച്ചപ്പോഴും അമ്മച്ചി മരിച്ചപ്പോഴും എല്ലാം ഇങ്ങനെ തന്നെ അതേ കല്ലറ തുറന്നു. അതിനകത്തുണ്ടായിരുന്നൊക്കെ തട്ടി അങ്ങോട്ട് മാറ്റിയിട്ടേച്ച് പല വഴികളിലും ശവക്കോട്ട പുതുക്കി കഴിഞ്ഞപ്പം പലരുടെയും എങ്ങോട്ട് പോയെന്ന് പോലും അറിയത്തില്ല. ഇതിനെങ്ങനെ മുങ്ങി വരുന്നേ? ഇവളുടെ ഫാദർ പറയുമായിരുന്നു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കുറെ കഴിയുമ്പോഴേ നാറ്റം വെക്കുമ്പോഴേ മുനിസിപ്പാലിറ്റിക്കാർ വന്ന് എടുത്തോണ്ട് പോയി കുളിച്ചിട്ടുള്ളൂ. നിങ്ങളെ ഭാരപ്പെടം എന്താണ്? എന്തൊരു കാഴ്ചപ്പാട് അത്രയേ ഉള്ളൂ. കാരണം പ്രിയമുള്ളവരെ, നമ്മൾ ഒരു കാര്യം ഓർക്കണം, കർത്താവ് നമ്മളെ വിളിച്ചാൽ ഇറങ്ങിക്കോണം. അവിടെ നമ്മുടെ കല്ലറയും നമ്മുടെ പാരമ്പര്യവും ആദ്യം ഇതും പറഞ്ഞ് കടിച്ചു തൂങ്ങിക്കിടക്കരുത്. അത് ദൈവഹിതമല്ല. എതിർപ്പുകൾ വരാം,
പ്രതികൂലങ്ങൾ വരാം, പ്രയാസങ്ങൾ വരാം. പക്ഷേ അതിന്റെ മധ്യത്തിലും നമ്മൾ കർത്താവിന് വേണ്ടി അവന്റെ ബലി കേട്ടിറങ്ങി അവന്റെ പിന്നാലെ നമ്മൾ മുമ്പോട്ട് പോകുന്നവരായിരിക്കണം. പണ്ട് ഞങ്ങള് യൂലൊക്കെ ഒരു പാട്ട് പാടും, നോ ടേണിംഗ് ബാക്ക്, നോ ടേണിംഗ് ബാക്ക്, ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ്. കർത്താവിനെ പിൻപറ്റാൻ നമ്മൾ തീരുമാനിച്ചാൽ നോ ടേണിംഗ് ബാക്ക്, നോ ടേണിംഗ് ബാക്ക്. ക്രൂശന്റെ മുമ്പിൽ, ലോകമെന്റെ പിന്നിൽ. ഇതായിരിക്കും നമ്മുടെ അനുഭവം. അപ്പോൾ നാം ഓർത്തോണം, ദൈവം നമ്മളെ വിളിച്ചെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇറങ്ങാവൂ കേട്ടോ. ദൈവമേന്ന് വിളിച്ചോണ്ട് ഇറങ്ങല്ലേ. പലപ്പോഴും അവിടെ ഇല്ല, ഇവിടെ ഇല്ല, അങ്ങോട്ടും ഇല്ല, ഇങ്ങോട്ടും ഇല്ലാത്ത അവസ്ഥയായിപ്പോ. ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തു, നിങ്ങളെ വിളിച്ചു. ആത്മാവിലും സത്യത്തിലും ആരാധിക്കാനായിട്ടാണ് ദൈവം നിങ്ങളെ കുറിച്ച് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ പാരമ്പര്യത്തിന്റെ കെട്ടുകളെ പൊട്ടിച്ച് അവൻ നമ്മളെ വിളിക്കുമ്പോൾ പിന്നാലെ ഇറങ്ങി തിരിച്ചോണം. അവന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചവരാരും ലംഘിച്ചു പോയിട്ടില്ല. അവരുടെ തലമുറകളെയൊക്കെ ദൈവം അനവധിയായി അനുഗ്രഹിച്ചു. പാരമ്പര്യത്തിന്റെ കെട്ടും പറഞ്ഞിരുന്നവരൊക്കെ തലമുറകളൊക്കെ കുഴി തോണ്ടി പോയപ്പോൾ ദൈവത്തെ അന്വേഷിച്ച ജനത്തിന്റെ തലമുറകൾ ഇന്നും അനുഗ്രഹിക്കപ്പെട്ട ദേശത്ത് വിളങ്ങുന്നു. ഹല്ലേലൂയ. അതാ സാക്ഷ്യം. അതുകൊണ്ട് അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം അവൻ അബ്രഹാമിന്റെ പിതാവ് ബഹുസമ്പന്നനായിരുന്നു. വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വിൽക്കുന്ന വലിയൊരു വിഗ്രഹ വ്യാപാരിയായിരുന്നു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പൊ അത്രമാത്രം സമ്പത്തും എല്ലാ സാഹചര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നപ്പോഴാണ് ദൈവം അവരോട് പറഞ്ഞത്, മോനെ വാ, വാ. എന്നാലോചിച്ച് ചോദിക്കുക അബ്രഹാമിന്റെ സഭയ്ക്ക്. ഞാൻ അത്രയും പറഞ്ഞവിടെ വിടുകയാണ്. ഇതോട് ചേർത്ത് നമ്മളൊന്ന് ചിന്തിക്കണം. നമ്മുടെ ജീവിതത്തിലെ ഇത് നമുക്കൊരു അനുഭവമായി മാറട്ടെ. ഞാൻ മുമ്പോട്ട് പോകട്ടെ. അബ്രഹാമിനെ വിളിച്ചപ്പോൾ അബ്രഹാം സകലവും വിട്ട് അവന് അനുഗമിക്കാൻ തയ്യാറായി. രണ്ടാമതായിട്ട് അബ്രഹാമിന്റെ ജീവിതത്തിൽ കാണുന്ന ഏറ്റവും വലിയൊരു ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ യോഗ്യത എന്ന് പറയുന്നത്, അബ്രഹാം ചെന്നിടത്തൊക്കെ യാഗപീഠം പണിത് ദൈവത്തെ ആരാധിച്ചു. വാക്യങ്ങൾ എടുക്കാം. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. യഹോവ അബ്രാമിന് പ്രത്യക്ഷനായി, നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് അരുളി ചെയ്തു. തനിക്ക് പ്രത്യക്ഷനായ യഹോവയ്ക്ക് അവൻ അവിടെ ഒരു യാഗപീഠം പണിതു. അവൻ അവിടെ ഒരു യാഗപീഠം പണിത് യഹോവയെ ആരാധിച്ചു. 8-ാം വാക്യം. അവൻ അവിടെ നിന്ന് ബേഥേലിന് കിഴക്കുള്ള മലയ്ക്ക് പുറപ്പെട്ടു. ബേഥേൽ പടിഞ്ഞാറും ഹായ് കിഴക്കുമായി കൂടാരം അടിച്ചു. അവിടെ അവൻ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. 13-4. അവിടെ അബ്രഹാം യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. അവിടെ അബ്രഹാം യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. 21-33. 21-33. എടുത്തൊരു വട്ടം തൊട്ടെന്ന് വായിച്ചു. അബ്രഹാം ബർശേബയിൽ ഒരു പിച്ചില വൃക്ഷം നട്ടു. ദൈവമായ യഹോവയുടെ നാമത്തിൽ അവിടെ വെച്ച് ആരാധന കഴിച്ചു. അപ്പം എവിടെല്ലാം അബ്രഹാം പോയോ അവിടെല്ലാം അവൻ യാഗപീഠം പണിത് ദൈവത്തെ ആരാധിക്കുന്നവനായിരുന്നു. ഇസ്രായേൽ ജനത്തെ ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കാനായിട്ട് ദൈവം മോശയെ അയക്കുമ്പോ മോശയോട് പറയുന്നൊരു കാര്യമുണ്ട്. എന്താ? എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്ക. ദൈവം നമ്മളെ സൃഷ്ടിച്ചത് തന്നെ ദൈവത്തെ ആരാധിക്കാനാണ്. അതുകൊണ്ട് ആരാധന എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. നമുക്ക് സൗകര്യം കിട്ടുമ്പോൾ മാത്രം ആരാധിക്കാനുള്ളതല്ല നമ്മുടെ ദൈവം. മത്തായി പറഞ്ഞല്ലോ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ദൈവമേ നീ എന്റെ ദൈവം, ഞാൻ അധികാരത്തെ നിന്നെ അന്വേഷിക്കും. പ്രിയമുള്ളവരെ, എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മൾ ആരാധനയോടുകൂടി തുടങ്ങണം. നമ്മുടെ ജീവിതം 100 പ്രശ്നങ്ങൾ കാണുമായിരിക്കും, 100 പ്രതികൂലങ്ങൾ കാണും. വേദന രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചിലപ്പോൾ കാല് നിലത്ത് കുത്താൻ പറ്റാത്ത വിധത്തിൽ വേദനയായിരിക്കാം, കാല് മടങ്ങത്തില്ലായിരിക്കാം, ഏഴിന് വേദന കാണും. അയ്യോ പൊത്തോ വേദനയാണെന്ന് പറഞ്ഞ് എഴുന്നേൽക്കാതെ
കർത്താവേ, നീ എന്റെ ദൈവമാണ്, നീ എന്റെ വീണ്ടെടുപ്പുകാരനാ, നീ എന്റെ രാജാതി രാജാവാ, നീ എന്റെ കർത്താതി കർത്താവാ, നീ എന്റെ സകലത്തിലും സകലമാണെന്ന് പറഞ്ഞുകൊണ്ട് അവനെ ആരാധിച്ചുകൊണ്ട് നമ്മുടെ ഒരു ദിവസം തുടങ്ങാമെന്നുണ്ടല്ലോ. എത്ര വലിയ അനുഗ്രഹമാണെന്നറിയാം. എല്ലായ്പ്പോഴും നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നവരായി. ഞായറാഴ്ച മാത്രമല്ല ആരാധന, ജീവിതത്തിന്റെ എല്ലാ ദിവസങ്ങളിലും, എല്ലാ മണിക്കൂറുകളും, എല്ലാ നിമിഷങ്ങളിലും നമുക്ക് അവസരം കിട്ടുമ്പോഴെല്ലാം ദൈവത്തെ ആരാധിക്കുന്നവരായി മാറണം. അങ്ങനെ നാം ദൈവത്തെ ആരാധിക്കുന്നവരായി മാറിയാലുള്ള ഗുണം എന്താണെന്നറിയാമോ? നമ്മുടെ ആത്മാവ് മജ്ജയും മേധസ്സും കൊണ്ടെന്ന പോലെ പുഷ്ടിയുള്ളതായി തീരും. ആരാധനയെങ്കിൽ വിടുതൽ മാത്രമല്ല, ശാരീരികവും മാനസികവും ആത്മീയമായുള്ള പുഷ്ടി പ്രാപിക്കുന്ന അനുഭവം ആരാധനയിലുണ്ട്. പ്രിയമുള്ളവരെ, നമുക്ക് കിട്ടുന്ന അവസരങ്ങളൊക്കെ ദൈവത്തെ എന്താ ആരാധന എന്ന് പറയുന്നത്? ആരാധന എന്ന് പറയുന്നത് ദൈവം ആരാണെന്ന് അറിഞ്ഞുകൊണ്ട് ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കുന്നതാണ് ആരാധന. ഞാൻ മുമ്പ് ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്നാണ് എന്റെ ഓർമ്മ. എ.പി. ജിപ്സ് എന്ന് പറയുന്ന ആളുടെ ഒരു ദൈവദാസൻ മനോഹരമായ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്, വർഷിപ്പ് എന്ന് പറഞ്ഞ, പണ്ട് വായിച്ചിട്ടുള്ളതാണ്. അതിനകത്ത് അദ്ദേഹം പറയുന്നത് 3 കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത്. നമ്മൾ ആരാധന, പ്രാർത്ഥന എന്ന് പറയുന്നതല്ല ആരാധന, സ്തോത്രം എന്ന് പറയുന്നതല്ല ആരാധന. ആരാധന ഇത് രണ്ടിലും വ്യത്യസ്തമാണ്. ഒരു ഉദാഹരണം പറയാം. ദൈവമേ, എന്റെ ഇന്ന ആവശ്യം നിവർത്തിച്ചു തരണമേ എന്ന് പറയുന്നത് എന്താണ്? അപ്പയ യാചനയാണ്, അല്ലെ? കർത്താവേ, നീ എന്റെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം എന്ന് പറയുന്നത് താങ്ക്സ് ഗിവിംഗ്, നന്ദി പറയില്ല. കർത്താവെ, നീ ആയിരിക്കുന്ന അവസ്ഥയ്ക്കായി ഞാൻ അങ്ങനെ മഹത്വപ്പെടുത്തുന്നു എന്ന് പറയുന്നതാണ് ആരാധന. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ സേവ് മൈ സോൾ എന്ന് പറയുന്നത് പ്രാർത്ഥന, താങ്ക് യു ലോർഡ് ഫോർ സേവിംഗ് മൈ സോൾ എന്ന് പറയുന്നത് താങ്ക്സ് ഗിവിംഗ്, താങ്ക് യു ലോർഡ് ഫോർ വാട്ട് ദൗ ആർട്ട്. അങ്ങ് എന്താണോ ആ അവസ്ഥയ്ക്കായിട്ട് ഞാൻ അങ്ങേ ആരാധിക്കുക. അതുകൊണ്ടാണ് സാറാഫുകളും കെരൂബുകളും 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പാദം മൂടി അവർ ആർക്കുക? സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സർവഭൂമി അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. വെളിപാട് പുസ്തകത്തിൽ വരുമ്പോൾ 24 മൂപ്പന്മാരും തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുമ്പിൽ ഇട്ടുകൊണ്ട് അവർ ആർക്കുകയാണ്? അറക്കപ്പെട്ട കുഞ്ഞാട് സകല മാനത്തിനും മഹത്വത്തിനും സ്തോത്രത്തിനും സ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ. കുഞ്ഞാടേ, നീ യോഗ്യൻ. കുഞ്ഞാടേ, നീ മാത്രം യോഗ്യൻ. നീ മാത്രം ആരാധനയ്ക്ക് യോഗ്യൻ. നീ മാത്രം മഹത്വത്തിന് യോഗ്യൻ. നീ മാത്രം സ്തുതികൾക്ക് യോഗ്യൻ. ഹല്ലേലൂയ. അവർ തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുൻപാകെ നിലത്തിട്ടുകൊണ്ട് അവനെ ആരാധിക്കുക. പ്രിയമുള്ളവരെ, നമ്മുടെ മുസ്ലിം സഹോദരന്മാരെ ശ്രദ്ധിച്ചാൽ അവരുടെ നെറ്റിയിൽ ഒരു നിസ്കാര തഴമ്പ് കാണും. എന്താ നിസ്കാര തഴമ്പെന്ന് അറിയാമോ? ദൈവത്തെ അവര് 5 നേരം നിസ്കരിക്കുമ്പോഴും അവരുടെ ഒരു പ്രധാന പാർട്ടാണ് കമണ്ണ് വീണ് നെറ്റി നിലത്ത് മുട്ടിക്കും. ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്നുള്ള നിർബന്ധമാണ്. എത്ര മടക്കാൻ പ്രയാസമുള്ളവരും മുട്ടുവേദന ഉള്ളവരും അവനും കമണ്ണ് കിടന്ന് തറയെ തൊട്ട് തലയിൽ വെച്ച് തറയിൽ തൊടിയിച്ച് അവൻ പ്രാർത്ഥിക്കും. അതിന്റെ തഴമ്പ ഒരു മുസ്ലിം ഭക്തനെ തിരിച്ചറിയുന്നത് അവന്റെ നെറ്റിമേലുള്ള തഴമ്പ. പ്രേയിങ് ഹൈഡ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായി. അത് വലിയ പ്രാർത്ഥനാവിനായി. ആ പ്രേയിങ് ഹൈഡിനെ കുറിച്ച് പറയുന്നത് അദ്ദേഹത്തെ ആരും അറിയത്തില്ലായിരുന്നു. പക്ഷെ എവിടെ വലിയ വലിയ ക്രൂസൈഡ് നടന്നാലും ഈ മനുഷ്യൻ അവിടെ പോയി അത് ഏതെങ്കിലും ഒരു ഹോട്ടൽ മുറിയെടുത്ത് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് ആരംഭിക്കും. പ്രേയിങ് ഹൈഡ് എവിടെ പ്രാർത്ഥിക്കാൻ പുറകിലുണ്ടോ അവിടെ ഉണർവ് സംഭവിച്ചിരിക്കും.
ആ മനുഷ്യന്റെ താമസിക്കുന്ന മുറിയുടെ കട്ടിൽ അത് വെറും ചാണകം മെഴുകിയതാണ്ട് തറയിലായിരുന്നു അദ്ദേഹത്തെ വീട്. അദ്ദേഹത്തിന്റെ കട്ടിലിന്റെ താഴെ 2 വലിയ കുഴികളുണ്ടായിരുന്നു എന്നാ പറയുന്നത്. എന്താ കുഴിയെന്നറിയാമോ? കർത്താവിന്റെ ദാസൻ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ചതിന്റെ അടയാളം. വലിയ 2 കുഴികൾ. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം എങ്ങനെയുണ്ട്? നമ്മുടെ ആരാധനാ ജീവിതം എങ്ങനെയുണ്ട്? സൗകര്യഭാവം കിട്ടുമ്പോൾ ഞായറാഴ്ചകളില് നമ്മുടെ ഒരാഴ്ചത്തെ മുഴുവൻ ആരാധിച്ച് തീർന്ന് സന്തോഷത്തോടെ അങ്ങ് പോകാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. 365 ദിവസവും നമുക്ക് അവസരം കിട്ടുമ്പോഴൊക്കെ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് നടന്നാലുള്ള ഗുണം എന്താണെന്നറിയാമോ? വേറെ ആവശ്യമില്ലാത്ത ചിന്തകൾ നമ്മുടെ ചിന്താമണ്ഡലത്തിൽ കയറി വരത്തില്ല. നമ്മുടെ നാവിൽ നിന്ന് ആരാധനയുടെ സ്ഥിതി വരുമ്പോൾ വേറെ ആവശ്യമില്ലാത്ത വാക്കുകൾ നമ്മുടെ നാവിൽ നിന്ന് വരത്തില്ല. ഇത് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് എനിക്കറിയാം. ഇത് പ്രസംഗിക്കുന്ന എനിക്ക് പൂർണ്ണമായും 24 മണിക്കൂറും ആരാധിക്കാൻ കഴിയുമെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ നമ്മുടെ ആഗ്രഹം അതായിരിക്കണം. അബ്രഹാം ചെന്നിടത്തെല്ലാം യാഗപീഠം പണിത് ദൈവത്തെ ആരാധിച്ചു. ഞാൻ മുമ്പോട്ട് പോകട്ടെ. മൂന്നാമതായിട്ട് അബ്രഹാമിന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന വലിയൊരു പ്രത്യേകത ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായത്തിന്റെ 7, 8, 9. അബ്രാമിന്റെ കന്നുകാലികളുടെ ഇടയന്മാർക്ക് ലോത്തിന്റെ കന്നുകാലികളുടെ ഇടയന്മാർക്ക് തമ്മിൽ പിണക്കമുണ്ടായി. കനാന്യരും പെരിസ്യരും അന്ന് ദേശത്തെ പാർത്തിരുന്നു. അതുകൊണ്ട് അബ്രാം ലോത്തിനോട്, എനിക്ക് നിനക്കും എന്റെ ഇടയന്മാർക്കും നിന്റെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടാകരുതേ, നാം സഹോദരന്മാരല്ലോ. ദേശമെല്ലാം നിന്റെ മുമ്പാകെ ഇല്ലയോ? എന്നെ വിട്ടുപിരിഞ്ഞാലും നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പോയിക്കൊള്ളാം, നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോയിക്കൊള്ളാം എന്ന് പറഞ്ഞു. ഇവിടെ നമുക്കറിയാവുന്ന ചരിത്രമാണ്. അബ്രഹാമിന്റെ ഇടയന്മാരും ലോത്തിന്റെ ഇടയന്മാരും തമ്മിൽ തർക്കമുണ്ടായി. കാരണം അബ്രഹാം ബഹുസമ്പന്നനായി. അപ്പൊ ആ സമ്പത്ത് ലോത്തിനുണ്ടായിരുന്നു, കുറെ സമ്പത്ത്. അപ്പൊ ആടുകളെ മേയ്ക്കുന്ന ഇടയന്മാർ തമ്മിൽ അവര് മേയ്ക്കുന്ന സ്ഥലങ്ങളെ കുറിച്ച് ചെറിയ തർക്കങ്ങൾ ഉണ്ടായപ്പോൾ അബ്രഹാം ലോത്തിനെ വിളിച്ചു പറയാ, നാം തമ്മിൽ സഹോദരന്മാരാണ്. അതുകൊണ്ട് നിനക്ക് മുൻപാകെ സ്ഥലം മുഴുവൻ ഇരിക്കുക, നീ തെരഞ്ഞെടുത്തുകൊള്ളുക. നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട്, നീ കിഴക്കോട്ടെങ്കിൽ ഞാൻ പടിഞ്ഞാറോട്ട്. ഇത് കേട്ടപാട് കേൾക്കാത്ത പാതി ലോത്ത് എന്ത് ചെയ്തു? നല്ല നീരോട്ടമുള്ള പ്രദേശങ്ങൾ മുഴുവൻ ആര് തെരഞ്ഞെടുത്തു? ലോത്ത് തെരഞ്ഞെടുത്തു. നീരോട്ടമുള്ള പ്രദേശങ്ങൾ മുഴുവൻ ലോത്ത് എടുത്തു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും അബ്രഹാമിന് ഒരല്പം മനസ്സിന് വിഷമുണ്ടായി. എന്താ തെളിവ്? അബ്രഹാം നമ്മളെപ്പോലെ സാധാരണ മനുഷ്യനായിരുന്നു. അബ്രഹാം ആപ്പാടെ മുട്ടിനിടെ തലയും വെച്ച് തല കുനിച്ചിരിക്കുകയാണ്. എന്നാലും എന്റെ സഹോദരപുത്രൻ, ഞാൻ വിളിച്ചിറക്കിക്കൊണ്ട് വന്നവൻ, അവൻ നല്ല സ്ഥലമെല്ലാം അങ്ങ് അടിച്ചെടുത്തല്ലോ എന്ന് അവൻ ഹൃദയത്തിൽ ഭാരപ്പെട്ടപ്പോൾ ദൈവം അബ്രഹാമിനോട് പറയുന്നൊരു വാക്യമുണ്ട്. താഴോട്ട് എടുത്താട്ടെ. യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത്, നീ തല പൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. അടുത്ത, ഈ കാണുന്ന ഭൂമിയൊക്കെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വത അവകാശമായി തരും. ഹല്ലേലൂയ. അനേക വർഷങ്ങൾക്ക് മുൻപ് ദൈവം അബ്രഹാമിനോട് ചെയ്ത വാഗ്ദത്തം ഇന്നും ദൈവം ചരിത്രത്തിൽ മിഡിൽ ഈസ്റ്റിൽ നിവർത്തിച്ചുകൊണ്ടിരിക്കുക. എന്തുകൊണ്ടാ ഇസ്രായേലിനെ ആർക്കും തോൽപ്പിക്കാൻ കഴിയാതിരിക്കുന്നത്? കാരണം എന്താ? ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്ത ദേശമാണ്, നിനക്കും നിന്റെ സന്തതിക്കും ഈ ദേശമൊക്കെ ഞാൻ ശാശ്വത അവകാശം. അവർ ദൈവകൽപ്പന ലംഘിച്ച് ദൈവത്തിന്റെ അകന്നു പോയപ്പോൾ അവർക്കതൊക്കെ നഷ്ടപ്പെട്ടു. പക്ഷേ
ദൈവം പ്രവാചകന്മാരിൽ കൂടെ അവർക്ക് വാഗ്ദത്തം കൊടുത്തു, ഞാൻ നിങ്ങളെ വിട്ടുപോകുമാറാക്കിയ ദേശത്തേക്ക് തന്നെ ഞാൻ മടക്കി വരുത്തും. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതൊക്കെ ഞാൻ തിരികെ നൽകും. ദൈവം വാഗ്ദത്തം നൽകി. ആ വാഗ്ദത്തം ദൈവം ഇന്നും ചരിത്രത്തിൽ നിവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, അബ്രഹാം ഒരു തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അബ്രഹാം തന്റെ അവകാശങ്ങൾ ബലികഴിക്കാൻ തയ്യാറായി. പ്രിയമുള്ളവരെ, ഇന്ന് അനേക കുടുംബങ്ങളിലും സ്വത്തിന് വീതം വെക്കുമ്പോൾ സഹോദരങ്ങൾ തമ്മിൽ എന്തോ ഒരു പ്രശ്നമായില്ലേ? ആലോചിച്ചു, എത്ര കുടുംബങ്ങളാണ് തകർന്നു പോയത്. എത്ര കുടുംബങ്ങളിലാണ് കൊലപാതകവും ഒളിവെപ്പും വീടടിച്ച് തകർക്കലും ഒക്കെ നടക്കും. നമ്മൾ ഇന്നും ഓരോ ദിവസത്തെ മനോരമ പേപ്പറിൽ വായിക്കുക ഇങ്ങനെയുള്ള സംഭവം. പണ്ടൊക്കെ ഒരു അതിരെ സാധാരണ ഉള്ളൊരു പണിയാണ്. അതിരെ കൊണ്ടുവന്ന് അടുത്ത് ആഞ്ഞിലി വരും തേക്കൊക്കെ കൊണ്ടുവന്ന് അതിരെ കൊണ്ട് നടും. കേട്ടിട്ടില്ലേ? അതിരെ കൊണ്ട് നടും. കുറെ കഴിഞ്ഞ് തേക്കന്ന് വലുതാകുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും അല്ലാത്ത അവസ്ഥയാകുമ്പോൾ തേക്ക് മുറിക്കാൻ വരുമ്പോഴാണ് അടിയും പിടിയും വാക്ക് തർക്കവും. ഇത് അപ്പുറത്താണ്, ഇത് ഇപ്പുറത്താണ്, അല്ലേ? ഒന്നും വേണ്ട, മതിൽ കെട്ടാൻ വരുമ്പോഴോ, പണ്ടൊന്നും മതിലില്ലായിരുന്നു, ഇപ്പൊ എല്ലാം മതിലുകളായി. മതിലുകളുടെ ഓരോ വർഷം കഴിയുന്നതോറും മതിലുകളുടെ ഉയരം കൂടുന്നു, അല്ലേ? എന്ന് പറഞ്ഞാൽ നീ എന്നെയും കാണണ്ട, എനിക്ക് നിന്നെ കാണണ്ട. സഹോദരങ്ങൾ, ഒരമ്മയുടെ ഗർഭത്തിൽ ഉരുവായവൻ, ഒരേ മുലപ്പാൽ കുടിച്ച് വളർന്നവൻ, ഒരല്പം സ്വത്തിന് വേണ്ടി, അവകാശങ്ങൾക്ക് വേണ്ടി തമ്മിത്തല്ലുന്ന ഒരു കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും ജീവിക്കുന്നു. ഇത് ലോകമനുഷ്യരുടെ നാട്ടിൽ മാത്രമല്ല, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വേർപെട്ട് ആരാധിക്കുന്നവർ എന്ന് പറയുന്നവരുടെ നടുവിൽ പോലും ഇന്നിത് കണ്ടുകൊണ്ടിരിക്കുക. ഇതിന്റെ വേറൊരു വേർഷൻ ആ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള അടിപിടി, അല്ലേ? ഒരു ഓവർസിയറുടെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ, ഒരു പ്രസിഡന്റിന്റെ അല്ലെങ്കിൽ ഒരു പ്രസ്പിറ്ററിന്റെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്തോ അടിയും പിടിയും ബഹളവും. എത്ര പ്രാവശ്യം നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടത്, എത്ര സങ്കടകരമാണ്. എന്നിട്ട് പ്രാർത്ഥിക്കും, അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട്. നമ്മളെല്ലാം അബ്രഹാമിന്റെ സന്തതിയാ, വാഗ്ദത്ത സന്തതിയാ. എവിടാ? അടികൂടി, കാലുപിടിച്ചും കൈപിടിച്ചും സ്ഥാനമാനങ്ങൾ കൊടുത്തും നല്ല സഭകളിലേക്ക് ട്രാൻസ്ഫർ കൊടുത്തും ഒക്കെ എല്ലാരെയും വശത്താക്കി. പ്രസ്പിറ്ററായ ആള്, പ്രസിഡന്റായ ആള്, ജനറൽ സെക്രട്ടറി ആയ ആള് വിളിച്ചു പറയുക, നമ്മളെല്ലാവരും അബ്രഹാമിന്റെ സന്തതിയാ. എവിടെ കിടക്കുന്നു പ്രിയമുള്ളവരെ? ഇങ്ങനൊരു ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നവരായിട്ടല്ല, അവകാശങ്ങൾ പിടിച്ചു പറിക്കുന്നവരായിട്ടല്ല, അവകാശങ്ങൾ ഫോർഗോ ചെയ്യുന്നവരായിരിക്കാൻ, വിട്ടുകൊടുക്കാൻ, കർത്താവിന്റെ നാമത്തിൽ വിട്ടുകൊടുക്കാൻ, പലതും വേണ്ട എന്ന് വെക്കാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. പിന്നെ ഇവിടെ വേറെ സംഘടനപരമായ കാര്യമുണ്ട്. പ്രായോഗികമായിട്ട് നമ്മൾ ദൈവകൃപയിലാണെങ്കിൽ നമ്മളെ എന്തുമാത്രം വഹിക്കാൻ പറ്റുമോ അത്രയും അനുഭവിച്ചിട്ടുണ്ടോ? ഉണ്ടല്ലേ? വേറെ ആർക്കും ചെയ്യും എന്തോയിട്ടുണ്ടോ? ഇങ്ങനെ പരസ്യമായിട്ട് പറയുന്നതല്ലേ? നമ്മളൊക്കെ അനുഭവിച്ചിട്ടുള്ളത് എത്രയോ നമ്മൾ ദൈവമക്കളാകുമ്പോൾ എല്ലാ സ്ഥാനത്തും നമ്മളെ ചൂഷണം ചെയ്യാനായിട്ട് ആളുകൾ ശ്രമിക്കും. അത് നമ്മുടെ ഓഫീസിലുണ്ടാവും, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തുണ്ടാവും, നമ്മുടെ ഭവനങ്ങളിലുണ്ടാവും, കുടുംബങ്ങളിലുണ്ടാവും. പക്ഷെ ഒരു കാര്യം ഓർക്കണം, കർത്താവിന് വേണ്ടി നമ്മൾ ഒരു കാര്യവും വേണ്ട എന്ന് വെച്ചാൽ അവൻ 100 ഇരട്ടിയായിട്ട്
അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, എന്റെ നിമിത്തം മാതാവിനെയോ പിതാവിനെയോ സഹോദരങ്ങളെയോ സഹോദരന്മാരെയോ നിങ്ങൾ അവരെ വിട്ട് മാറിയാൽ, എന്റെ നിമിത്തം അവർ നിങ്ങളെ പഴിച്ചാൽ 100 മടങ്ങ് ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും നമുക്ക് തരുന്നവനാണ്. ഇതൊരിക്കലും നമ്മൾ മാറുന്നത്. അബ്രഹാം തന്റെ അവകാശങ്ങൾ തന്റെ തനിക്ക് എല്ലാ അവകാശവും ഉണ്ടായിരുന്നു. He had every right to claim what he want. അവന് വേണ്ടിയത് എടുക്കാനുള്ള എല്ലാ അവകാശവും അബ്രഹാമിന്. കാരണം അബ്രഹാമിനെ ദൈവം വിളിച്ച് വേർതിരിച്ചത്, ലോകത്ത് കൂടെ ഇറങ്ങി തിരിച്ചതാ. അപ്പൊ അബ്രഹാമിന് വേണേ പറയായിരുന്നു, ദൈവം എന്നെയാ വിളിച്ചത്, നിന്നെയല്ല. ഈ കാണുന്ന ദേശമൊക്കെ എനിക്കുള്ളതാ, അവിടെ നീ വേണേ അങ്ങോട്ട് മാറിക്കൊന്നല്ല പറഞ്ഞത്. അബ്രഹാം മാറിക്കൊടുത്തു. പക്ഷേ അതിന്റെ അവസാനം, ലോകത്തിന് വന്ന അവസാനം നമുക്കറിയാം. ഞാൻ അതിലേക്ക് ഇപ്പൊ കയറുന്നില്ല. അബ്രഹാമിന് ലഭിച്ച അവസാനം നമുക്കറിയാം. ഒരിക്കലും കർത്താവിന് വേണ്ടി കർത്താവിന്റെ നാമത്തിൽ ചില സാക്രിഫൈസസ് നമ്മൾ ചെയ്താൽ ദൈവം 100 ഇരട്ടിയായി ദൈവം നിനക്ക് അതിന്റെ പ്രതിഫലം 100 ഇരട്ടിയായി. 2 ദിവസം മുമ്പ് ഞങ്ങളുടെ വീട്ടില് ഒരു ഫാമിലി വന്നു. എൻ്റെ ഒരു നാട്ടുകാരൻ തന്നെ. പക്ഷേ ഞങ്ങൾ ഈ അടുത്ത സമയത്താണ് ഞാൻ വേറെ ചർച്ചിൽ പ്രസംഗിക്കാൻ ചെന്നപ്പോഴാണ് അവിടെ നിന്നാണ് അവരെ പരിചയപ്പെട്ടത്. വലിയ ഉന്നതമായ വിദ്യാഭ്യാസം ലഭിച്ചൊരു മനുഷ്യൻ. പഴയ കാലത്ത് M.Tech കഴിഞ്ഞ് അനേക വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കാൻ അവസരം ലഭിച്ചൊരു മനുഷ്യൻ. അനേക വലിയ വലിയ കമ്പനികളുടെ വൈസ് പ്രസിഡന്റും എക്സിക്യൂട്ടീവ് പൊസിഷനിലൊക്കെ ഇരിക്കുന്ന ഒരു മനുഷ്യൻ. പക്ഷെ നോർത്ത് ഇന്ത്യയിലായിരുന്നു അധികവും. ഓരോ സ്ഥലത്തും ഇരിക്കുമ്പോൾ ആളുകൾ കൂടെ വർക്ക് ചെയ്യുന്നവർ വെക്കാവുന്ന പാര മുഴുവൻ വെച്ച് കുറച്ച് കഴിയുമ്പോൾ ഇദ്ദേഹം ചെയ്തതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ബോസ് അടിച്ചു മാറ്റിയിട്ട് ഇദ്ദേഹത്തെ അവിടുന്ന് പുറന്തള്ളുവാൻ ഒരുപാട് വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ വന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞൊരു സാക്ഷ്യമുണ്ട്. അവസാനം പറഞ്ഞ് ഇതെല്ലാം എല്ലായിടത്തും തന്നെ തള്ളിക്കളഞ്ഞപ്പോഴും കർത്താവ് എനിക്ക് വേണ്ടി പുതിയ പുതിയ വാതിലുകൾ ഒരുക്കുകയാണ്. അതുകൊണ്ട് മനുഷ്യരെ നിന്നെ തള്ളിക്കളഞ്ഞാലും ക്ഷീണിച്ചു പോകും. അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്നവനല്ല വിശ്വാസി, അവകാശങ്ങൾ വിട്ടുകൊടുക്കുന്നവനാണ്. ഇത് ഒഫീഷ്യലായിട്ട് വരുമ്പോൾ വലിയ പ്രയാസമാണ് അല്ലേ? ഒരു സംഘടന സമരം ചെയ്യുമ്പോൾ, അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുമ്പോൾ മാറി നിന്നാൽ എല്ലാവരും നമ്മളെ കൂട്ട് പൂജിക്കുകയല്ലേ. ഞാൻ ഒത്തിരി അനുഭവിച്ചു. എനിക്ക് ഒരു പേര് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു, സ്ഥിരം കരിങ്കാലി. സീനിയർ കരിങ്കാലി. അത് പിന്നീട് സീനിയർ കരിങ്കാലിയായി. ആദ്യം സ്ഥിരം കരിങ്കാലിയായിരുന്നു. പിന്നെ കുറെ കരിങ്കാലികളുടെ കൂടെ വന്നു കഴിഞ്ഞപ്പോൾ സീനിയർ കരിങ്കാലി. കാരണം ഞാനൊരു സംഘടനയിൽ ചേർന്നിട്ടില്ല. എല്ലാവരും സമരം ചെയ്ത് അധ്യാപകർ സമരം ചെയ്യുന്ന സമയത്ത് ഞാൻ ശാന്തമായി പോയി ഒപ്പിടുവാൻ. ക്ലാസ് എടുക്കാൻ അവർ സമ്മതിക്കത്തില്ല, നിവർത്തിയില്ല. ഭയങ്കര പ്രയാസമാണ്. എന്നെ വളഞ്ഞിട്ട് പോവുകയും തല്ലാനും ഒക്കെ നോക്കിയിട്ടുണ്ട്. പക്ഷെ ദേഹത്ത് തൊടാൻ ദൈവം ആരെയും സമ്മതിച്ചില്ല. പക്ഷെ അവരുടെയൊക്കെ മധ്യത്തിൽ ദൈവം എന്നെ മാനിച്ചിട്ടേ ഉള്ളൂ. ഏറ്റവും ഇവർക്ക് വാശി കൂടുന്നത് വേറെ കാര്യം കൊണ്ടുണ്ടാകും. എന്താണെന്നറിയാമോ? ഈ സമരം ചെയ്ത ആനുകൂല്യങ്ങളൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ഈ ഫിക്സേഷൻ ബെനിഫിറ്റ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് അല്ലേ? ചില സ്കെയിലിൽ നമ്മൾ ചില ഡേറ്റ് ഓപ്റ്റ് ചെയ്താൽ നമുക്ക് ചിലപ്പോൾ 1-2 ഇൻക്രിമെന്റ് പടപടാമെന്ന് കയറിപ്പോകും. അപ്പൊ എനിക്ക് മിക്കവാറും എനിക്ക് ഇതെല്ലാം നല്ല തറവായതുകൊണ്ട് ഞാൻ മിക്കവാറും ഓർഡറൊക്കെ വന്നു കഴിയുമ്പോൾ ആ ഓർഡർ എടുത്തൊന്ന് പഠിച്ചിട്ട് ഞാൻ അങ്ങനെ പഠിക്കത്തൊന്നുമില്ല. പക്ഷെ തമ്പുരാൻ എനിക്ക് കാണിച്ചു തരും. അതുകൊണ്ട് ചിലരൊക്കെ ആയിരിക്കും ഞാനിതങ്ങ് പഠിച്ചാൽ ഇതിന്റെ വലിയ അതോറിറ്റി ആണെന്ന് വിചാരിക്കും. അങ്ങനൊന്നുമല്ല. തമ്പുരാൻ എനിക്ക് കാണിച്ചു തരും. ഇന്ന ഡേറ്റ് ഡേറ്റ് ഓപ്റ്റ് ചെയ്തോളാൻ പറയും. ആ ഡേറ്റ് ഓപ്റ്റ് ചെയ്ത് ഫിക്സേഷൻ വരുമ്പോഴുണ്ടാവും സമരം ചെയ്ത് നേടിയെടുത്തവരെ കാട്ടിൽ ഒരു ഇൻക്രിമെന്റ് എനിക്ക് കൂടുതൽ. ദേഷ്യം വരാതിരിക്കൂ, പിന്നെ എന്നെ കാണുമ്പോ കലി വരാതിരിക്കൂ. ഉടനെ കടിച്ചു കീറാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു. അത്
ഞാൻ അവിടുന്ന് പിരിഞ്ഞിട്ട് എത്രയോ വർഷങ്ങളായി. ഈയിടെ ഞങ്ങളുടെ അസോസിയേഷന്റെ ഒരു സൈറ്റ് ഉണ്ട്, 100 പേരുണ്ട്. അതിനകത്ത് ഒരാൾ ഒരു പോസ്റ്റ് വരെ ഇട്ടു. ഭയങ്കരമായിട്ട് എന്നെ അധിക്ഷേപിച്ചോണ്ട് പോട്ട് ഒരു 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 പിന്നെ ഇത് ഡീറ്റെയിൽ ആയിട്ട് സമരം ചെയ്യാത്ത ഇരുന്ന ആളുകൾ ഇപ്പോഴാനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നതും അവരിപ്പം വലിയ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയൊരു വീരവാദമായിട്ട് നമ്മളെ അടിച്ചമർത്തിക്കൊണ്ട് വലിയൊരു പോസ്റ്റിങ് വരെ ഇട്ടു. പ്രിയമുള്ളവരെ, ദൈവം നമ്മളെ മാനിക്കും. കർത്താവിന് വേണ്ടി നിന്നാലുണ്ടല്ലോ, എന്നെ മാനിക്കുന്നവരെ ഞാൻ അതാ പറഞ്ഞു. കർത്താവിനെ മാനിച്ചു. ഒരുപാട് നഷ്ടങ്ങൾ വന്നിട്ടുണ്ട്, ഒരുപാട് പ്രതികൂലങ്ങൾ വന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ജോലി നഷ്ടപ്പെടുന്ന അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം എപ്പോഴും ഈ ടോപ്പിൽ നിൽക്കുന്നവർക്ക് വലിയ പ്രശ്നം. കാരണം മറ്റുള്ള അസൂയാലുക്കൾ ഇഷ്ടം പോലെ ഉണ്ടാകും. അവരെതിലേക്കൂടെ ഭാരം വെക്കുന്നതെന്ന് അറിയത്തില്ല. പക്ഷെ എത്ര ഭാരം വെച്ചാലും ഒരു കാര്യം ഓർക്കണം, യഹോവ നിന്നോടുകൂടെ ഉണ്ടെങ്കിൽ ആർക്കും നിന്നെ തോൽപ്പിക്കാൻ പറ്റത്തില്ല, ആർക്കും നിന്നെ താഴ്ത്തിക്കെട്ടാൻ പറ്റത്തില്ല, ആരെ മുമ്പിൽ തോൽക്കാൻ ദൈവം നിന്നെ അനുവദിക്കത്തില്ല. എന്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. മുമ്പോട്ട് പോകട്ടെ. അബ്രഹാം തന്റെ സഹോദരപുത്രനായ ലോത്തിനു വേണ്ടി അവകാശങ്ങൾ സാക്രിഫൈസ് ചെയ്യാൻ അവൻ തയ്യാറായി. അഞ്ചാമതായിട്ട് നാം കാണുന്ന കാര്യം, അബ്രഹാമിന്റെ വേറെ വലിയ ഗുണം, ഈ തന്നെ കളിപ്പിച്ച് ഇത് മുഴുവൻ അടിച്ചുകൊണ്ട് പോയ ലോത്തിനോട് അബ്രഹാമിനുണ്ടായിരുന്ന മനോഭാവം എന്തോ. ദൈവം സോദോം ഗോമോറയെ നശിപ്പിക്കുന്നതിന് മുൻപ് അബ്രഹാമിനോട് അത് വെളിപ്പെടുത്തുക. എന്റെ ദാസന അബ്രഹാമിനോട് ഞാൻ ചെയ്യാതിരിക്കുന്നത് വെളിപ്പെടുത്താതിരിക്കുമോ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം അബ്രഹാമിന് സോദോം ഗോമോറയെ നശിപ്പിക്കുമെന്നുള്ളതായിട്ടുള്ള ദൂത് കൊടുക്കുക. സോദോം ഗോമോറയെ നശിപ്പിക്കുമെന്നുള്ള ദൂത് ദൈവം അബ്രഹാമിനോട് പറഞ്ഞപ്പം സാധാരണഗതിയിൽ ഞാൻ നിങ്ങൾ പറഞ്ഞ എന്താ പറഞ്ഞേ, ശരിയാ കർത്താവേ, അവൻ അത് അത്യാവശ്യമാണ്, അവൻ അത് തന്നെ കിട്ടേണ്ടത്, അവൻ എന്നെ കളിപ്പിച്ച് ഇത് മുഴുവൻ സ്വന്തമാക്കിയതില്ലയോ, എന്നാ പിന്നെ അവൻ അനുഭവിക്കുന്നതെന്ന് കാണട്ടെ അല്ലേ. പക്ഷെ അബ്രഹാം ചെയ്തെന്താ, ദൈവസന്നിധിയിൽ ഈ സോദോം ഗോമോറയ്ക്ക് വേണ്ടി അബ്രഹാം ഇടിവിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുക. അത് അബ്രഹാമിന്റെ മധ്യസ്ഥ പ്രാർത്ഥന നോക്കിയ വലിയ രസമാണ്. 30 ദിവസം 18-ാമത്തെ ആയിട്ട് 18, 22. അങ്ങനെ ആ പുരുഷന്മാർ അവിടെ നിന്ന് തിരിഞ്ഞ് സോദോമിലേക്ക് പോയി. അബ്രഹാമോ യഹോവയുടെ സന്നിധിയിൽ തന്നെ നിന്നു. യഹോവയുടെ സന്നിധിയിൽ തന്നെ നിന്നിട്ട് അബ്രഹാം സോദോം ഗോമോറയ്ക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുക. അബ്രഹാം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, താഴോട്ട് നമുക്കത് കാണാനായിട്ട് സാധിക്കും. അബ്രഹാം ദൈവത്തോട് ചോദിക്കുക, ദൈവമേ, ആ പട്ടണത്തിൽ 50 നീതിമാന്മാരുണ്ടെങ്കിൽ നീ പട്ടണത്തെ സമ്മതിക്കുമോ? നീതിമാന്മാർ ദുഷ്ടന്മാരോട് കൂടെ നീതിമാന്മാരെ സമ്മതിക്കും. ദൈവത്തെ പറഞ്ഞോ ലോത്തിനോട്? ഇല്ല, ഒരിക്കലുമില്ല. 50 കഴിഞ്ഞ് ദൈവം സമ്മതിച്ചു കഴിഞ്ഞപ്പോൾ അടുത്ത എത്ര ചോദിച്ചേ? 45. ദൈവം അന്നേരം വേണ്ടെന്ന് പറഞ്ഞു? ഇല്ല. അബ്രഹാം പിന്നെയും പറഞ്ഞു 45 പിന്നെ 40. 5 കുറച്ച് 2 പ്രാവശ്യം 5 കുറച്ചു. അബ്രഹാം തന്നെ മിടുക്കനായിരുന്നു, നമ്മളെ പോലെ നല്ല മിടുക്കനായിരുന്നു. 5 കുറച്ച്, അത്രയും കുറച്ചെന്ന് കണ്ടപ്പം പിന്നെ അബ്രഹാം അല്പം കൂടെ കയറ്റി പിടിച്ചു അല്ലേ. എത്ര അടുത്ത എത്ര? 10 കുറച്ച് എത്ര? 30. അടുത്തത് 20. അടുത്തത് 10. ഇതെല്ലാം ചോദിച്ചപ്പോൾ ദൈവം അബ്രഹാമിനോട് മതി, ഇനി നീ ചോദിക്കണ്ടെന്ന് പറഞ്ഞോ? ഇല്ല. പ്രിയമുള്ളവർ, ഇവിടെ ഒരു വലിയ വാസ്തവമുണ്ട്. നമ്മൾ ദേശത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. ഞാനും നിങ്ങളും ഈ പട്ടണത്തിന് വേണ്ടി കരയാൻ തയ്യാറായാൽ ദൈവം ഈ പട്ടണത്തെ വിടുവിപ്പാൻ ദൈവം ഇടയാക്കും. We have a responsibility to pray for the place where we are staying. ആ ദേശത്തിന് വേണ്ടി കരയാനാ ദൈവം നമ്മളെ വിളിച്ചത്, മധ്യസ്ഥ വഹിപ്പാൻ. അതുകൊണ്ടാണ് ദൈവം പ്രവാചകൻ കൂടെ പറയാണ്, ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം
ഞാൻ അതിന് മതിൽ കെട്ടി അതിന്റെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഞാൻ ഒരു പുരുഷനെ അന്വേഷിച്ചു, കണ്ടില്ലതാനും. ആകയാൽ ഞാൻ എന്റെ ക്രോധം ആ പട്ടണത്തിൽ പകർന്ന് അവരെ മുഴുവനായി മുടിച്ചു കളഞ്ഞു. പ്രിയമുള്ളവർ, ഈ നാളുകളിൽ നമ്മുടെ എറണാകുളം പട്ടണത്തിന് വേണ്ടി നമ്മൾ ഇടിവിൽ നിൽക്കുന്നവരായിരിക്കണം. അവരങ്ങനെ ഇങ്ങനെ നശിച്ചു പോകട്ടെ എന്ന് പറയുന്നവരായിട്ടല്ല, മറിച്ച് ദേശത്തിന് വേണ്ടി ഇടിവിൽ നിൽപ്പാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുക. പക്ഷേ അബ്രഹാം മധ്യസ്ഥം ചെയ്തെങ്കിലും അബ്രഹാമിന് ഒരു അബദ്ധം പറ്റി. 10 ചോദിച്ചിട്ട് പിന്നെ അബ്രഹാം താഴോട്ട് വന്നു. ഇല്ല, ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, മതി, 10 ചോദിച്ചില്ലേ, മതി, ഇനി നീ നിർത്താൻ പറഞ്ഞു. ഇല്ല. അപ്പൊ ആര് സ്വതം ഗോമോറ നശിപ്പിക്കപ്പെടുന്നതിന് കാരണക്കാരനാര്? അബ്രഹാം. ഇതൊരു വലിയ മർമ്മമാണ്. അബ്രഹാം തന്റെ മധ്യസ്ഥതയിൽ തോറ്റു. പ്രിയമുള്ളവരെ, ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മധ്യസ്ഥതയ്ക്ക് മറുപടി തരുന്നവരെയും അവന്റെ സന്നിധിയിൽ കവന്നു വീണ് കിടക്കുന്നവരായിരിക്കും. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ രൂപാന്തരത്തിന്, നമ്മുടെ ദേശത്തിന്റെ രൂപാന്തരത്തിന് ഇടിവിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാനായിട്ടാണ് ദൈവം നമ്മളെ തെരഞ്ഞെടുത്തത്. നമ്മൾ മാത്രം രക്ഷിക്കപ്പെട്ട് സ്വർഗത്തിൽ പോകാനല്ല, അനേകരെ ദൈവത്തിലേക്ക് നടത്താനാണ് ദൈവം നമ്മളെ വിളിച്ചത്. അബ്രഹാം സോദോം ഗോമോറയ്ക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന അബ്രഹാം. ഇനി അതിനേക്കാൾ വലിയൊരു രസം എന്താണെന്നറിയാമോ? ഉൽപ്പത്തി പുസ്തകം 19:29 എന്ന് വായിച്ചേ. എന്നാൽ ആ പ്രദേശത്തിലെ പട്ടണങ്ങളെ നശിപ്പിക്കുമ്പോൾ ദൈവം അബ്രഹാമിനെ ഓർത്തു. ലോത്ത് പാർത്ത പട്ടണങ്ങൾക്ക് പറ്റിയില്ല. അടുത്ത ഉദ്ദേശിച്ചത് ഉൽപ്പത്തി 14:12 മുതൽ 16. ഉൽപ്പത്തി 14:12 മുതൽ 16. അബ്രഹാമിന്റെ സഹോദരന്റെ മകനായ സോദോമിൽ പാർത്തിരുന്ന ലോത്തിനെയും അവന്റെ സമ്പത്തിനെയും അവർ കൊണ്ടുപോയി. ഓടിപ്പോന്ന ഒരുത്തൻ വന്ന് എബ്രായനായ അബ്രഹാമിനെ അറിയിച്ചു. അവൻ എഷ്കോളിന്റെയും ആനേരിന്റെയും സഹോദരനായ അമോരിനായ മമ്രയുടെ തോപ്പിൽ പാർത്തിരുന്നു. അവർ അബ്രഹാമിന് സഖ്യത ചെയ്തവരായിരുന്നു. തന്റെ സഹോദരനെ ബന്ധനാക്കി കൊണ്ടുപോയി എന്ന് അബ്രഹാം കേട്ടപ്പോൾ അവൻ തന്റെ വീട്ടിൽ ജനിച്ചവരും അഭ്യാസികളുമായ 318 പേരെ കൂട്ടിക്കൊണ്ട് താൻ വരെ ചെന്നു. രാത്രിയിൽ അവനും അവന്റെ ദാസന്മാരും അവരുടെ നേരെ ഭാഗമായി പിരിച്ചു ചെന്നു അവരെ തോൽപ്പിച്ചു. ദമ്മേശേക്കിന്റെ ഇടതുഭാഗത്തുള്ള ഹോബ വരെ അവരെ പിന്തുടർന്നു. അവൻ സമ്പത്തൊക്കെയും മടക്കി കൊണ്ടുവന്നു. തന്റെ സഹോദരനായ ലോത്തിനെയും അവന്റെ സമ്പത്തിനെയും സ്ത്രീകളെയും ജനത്തെയും കൂടെ മടക്കി കൊണ്ടുവന്നു. സോദോം ഗോമോറ ആക്രമിക്കപ്പെട്ട് ലോത്തിനെയും കൂടെയുള്ള സകലരെയും സമ്പത്തിനെയും എല്ലാം പിടിച്ചുകൊണ്ട് പോയെന്ന് അറിഞ്ഞപ്പോൾ അബ്രഹാം മാറിയിരുന്ന് സന്തോഷിക്കുകയല്ല ചെയ്തത്. തന്റെ വീട്ടിൽ ജനിച്ചു വളർന്ന യോദ്ധാക്കന്മാരെയും കൂട്ടിക്കൊണ്ട് 4 രാജാക്കന്മാർക്കെതിരെ യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിച്ച് നഷ്ടപ്പെട്ടതെല്ലാം മടക്കിക്കൊണ്ടുവരുന്ന ഒരു അബ്രഹാം. എത്ര വലിയൊരു സാക്ഷ്യത! ദൈവത്തിന് എങ്ങനെ അബ്രഹാം എന്റെ സ്നേഹിതനെന്ന് അല്ലാതെ പറയാൻ പറ്റും? ഇതേപോലുള്ളൊരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മളെ ദ്രോഹിച്ചവർ, നമ്മളിൽ നിന്ന് അന്യായമായി പിടിച്ചു പറിച്ചുകൊണ്ട് പോയവർ, നമുക്ക് അർഹതപ്പെട്ടത് നമുക്ക് തരാതിരുന്നവർ, അവർക്കൊക്കെ വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിപ്പാനാ ദൈവം നമ്മളെ ആക്കി. ശത്രുവിന് വിശക്കുന്നെങ്കിൽ അവൾ തിന്നാൻ കൊടുക്കാം, ദാഹിക്കുന്നവരെ കൊടുക്കാൻ കൊടുക്കുക. ആ വാക്യം നമ്മൾ അതിന്റെ അടുത്ത പാർട്ടിയിൽ നിന്ന് പിടിക്കും. അങ്ങനെ ചെയ്താൽ ഇനി അവന്റെ മേൽ തീക്കനൽ ഒരാളൊരിക്കൽ ഞങ്ങളോട് പറഞ്ഞതാ. നമ്മൾ വാസ്തവത്തിൽ ഈ വാക്യങ്ങളൊക്കെ പിടിക്കാൻ നമ്മൾ നല്ല എക്സ്പേർട്സ് അല്ലേ? ഓർത്തോണം. അബ്രഹാമാണ് നമ്മുടെ മാതൃക. അബ്രഹാമിനെ അതുകൊണ്ട് എന്താ അറിയപ്പെടുന്ന? വിശ്വാസികളുടെ പിതാവ്. ചുമ്മാനല്ല അബ്രഹാം വിശ്വാസികളുടെ പിതാവായത്. ദൈവത്തിന്റെ സ്നേഹിതൻ മാത്രമല്ല, വിശ്വാസികളുടെ പിതാവായിട്ട് ഇന്നും അബ്രഹാം അറിയപ്പെടുകയാണ്. അത് മാത്രമാണോ? അബ്രഹാം ബഹുജാതികൾക്ക് പിതാവാണ്. അത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അബ്രഹാം എങ്ങനെ ബഹുജാതികൾക്ക് പിതാവായ? ക്രിസ്ത്യാനികളുടെയും പിതാവാരാ? അബ്രഹാം. യഹൂദന്മാരുടെ പിതാവാരാ? അബ്രഹാം. പിന്നെ മുസ്ലിങ്ങളുടെ പിതാവാരാ?
അബ്രഹാം യ്യോ, ഒരുവനിൽ നിന്ന് 3 ജാതി. ചിന്തിച്ചു നോക്കിയേ, എത്രയോ സംഭവിക്കാൻ പ്രയാസമുള്ളൊരു കാര്യം. ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കുമെന്ന് പറഞ്ഞെങ്കിൽ ദൈവം ഇന്ന് അബ്രഹാം ബഹുജാതികൾക്ക് പിതാവാണ്. വിശ്വാസങ്ങൾ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും ലോകത്തിലെ 3 പ്രധാനപ്പെട്ട മതവിഭാഗങ്ങൾ അബ്രഹാമിനെ അവരുടെ പിതാവായി കണക്കാക്കും. ബഹുജാതികൾക്ക് പിതാവ്. ഹല്ലേലൂയ. മുമ്പോട്ട് പോകട്ടെ. നീ അബ്രഹാമിന്റെ വലിയൊരു പ്രത്യേകത എന്താണെന്നറിയാമോ? അബ്രഹാം ജയിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ശാലേം രാജാവായ മൽക്കീസദക്കിന് സകലത്തിലും ദശാംശം കൊടുത്തു. അപ്പൊ അതൊന്ന് എടുക്കാമോ? ജയിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ശാലേം രാജാവായ മൽക്കീസദക്ക് അവനെ എതിരേറ്റ് ചെയ്യുന്നു. അബ്രഹാമിന് ഏതാ വാക്യം? ഏതാ? 14-18 മുതൽ വായിച്ചു. ശാലേം രാജാവ് മൽക്കീസേദെക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു. അവൻ അവനെ അനുഗ്രഹിച്ചു. സ്വർഗ്ഗത്തിനും ഭൂമിക്ക് നാഥനായ അത്യുന്നതനായ ദൈവത്താൽ അബ്രാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച അത്യുന്നതനായ ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. അബ്രഹാം അവന് സകലത്തിലും ആദ്യമായിട്ട് നമ്മൾ ദശാംശത്തെ ഇവിടെ കാണുന്നത്. ദശാംശം തുടങ്ങി വെച്ചത് ആരാ? അബ്രഹാം. വാസ്തവം പറഞ്ഞാൽ പുതിയ നിയമസഭയിലേക്ക് വരുമ്പോൾ ദശാംശം മാത്രമല്ല ദൈവത്തിന് അവകാശപ്പെട്ടത്. നമുക്കുള്ളതെല്ലാം ആർക്കുള്ളതാണ്? അബ്രഹാമുള്ളതാണ്. പക്ഷെ കുറഞ്ഞ വർഷം ദശാംശമെങ്കിലും നമ്മൾ വേർതിരിച്ച് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കണം. കണക്കെഴുതി കൊടുക്കണം. ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായി. ഞാൻ എൻ്റെ ഒരു ഡയറി മുഴുവൻ ഞാൻ എൻ്റെ ദശാംശത്തിന്റെ കണക്കാണ്. എൻ്റെ പെൻഷനാണെങ്കിലും എൻ്റെ FD കിട്ടുന്ന ഇൻട്രസ്റ്റിന്റെ ആണെങ്കിലും എല്ലാത്തിലും ദശാംശമല്ല, അതിൽ കൂടെ എത്രയോ അധികം കൊടുക്കാൻ ദൈവം എനിക്ക് കൃപ തരും. ഇതേവരെ ഒന്നിനും ദൈവം മുട്ടുവരുത്തിയിട്ടില്ല. ഒന്നുകൂടെ കടന്നു പറഞ്ഞാൽ എൻ്റെ സകല വരുമാനത്തിന്റെ 20% കൃത്യമായി ഞാൻ മാറ്റിവെച്ചു കൊടുക്കുന്ന ആളാണ്. എനിക്ക് ഇതേവരെ ഒരു കുറവും വരാൻ ദൈവം ഇടയാക്കിയിട്ടില്ല. നിങ്ങളുടെ ദശാംശമെങ്കിലും കർത്താവിന്റെ വേലയ്ക്ക് മാറ്റിവെച്ച് നമ്മൾ കൊടുക്കണം. അതിൽ നിന്ന് ഒരു പൈസ പോലും നമ്മൾ എടുക്കരുത്. അത് മാറ്റിവെച്ച് കൃത്യമായി കണക്കെഴുതി നമ്മൾ കൊടുക്കണം. തമ്പുരാൻ ആർക്കും കടക്കാരൻ അല്ല. കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. എങ്ങനെയാ കിട്ടുന്നത്? അമർത്തി കുലുക്കി കവിയുന്നൊരു നല്ല അളവ്. നമ്മൾ ആ നല്ല അളവ് എനിക്ക് പോരട്ടെ എന്ന് പറയും. പക്ഷേ നമ്മൾ കൊടുക്കാറുള്ളത് കൊടുക്കത്തില്ല. പ്രിയമുള്ള, അമർത്തി കുലുക്കി കവിയുന്നൊരു നല്ല അളവ് നമ്മുടെ മടി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്തോ? നമ്മുടെ മടി എന്ന് പറഞ്ഞ എന്തോ അർത്ഥം? നമ്മൾ അധ്വാനിച്ചിട്ടും കിട്ടാത്തതിനേക്കാൾ നമ്മൾ അധ്വാനിക്കാതെ ദൈവം നമ്മുടെ കരങ്ങളിൽ കൊണ്ട് തരുമല്ലോ. നമ്മുടെ മടി എന്താ എന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അധ്വാനിക്കാതെ പണം ഉണ്ടാക്കണം എന്നല്ല എന്റെ അർത്ഥം. ഞാൻ കോമേഴ്സുകാരനായതുകൊണ്ട് ഒത്തിരി കണക്കൂട്ടുന്ന വ്യക്തിയാണ്. പക്ഷെ എന്റെ ജീവിതത്തിലേക്ക് പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ പറയട്ടെ, എന്റെ സകല കണക്കൂട്ടലുകളെയും തെറ്റിച്ച ദൈവം എന്നെ അനുഗ്രഹിച്ചു. ദൈവത്തിന്റെ കണക്കൂട്ടലോ നമ്മുടെ കണക്കൂട്ടലോ ഒന്നും രണ്ടാ. ദൈവത്തിന്റെ കണക്കൂട്ടലോ ഒന്നും രണ്ടല്ല. അവൻ അമർത്തി കുലുക്കി കവിയുന്ന നല്ലൊരളവ് നമ്മുടെ മടിയിൽ തരുന്ന മാത്രമല്ല, ഈ ലോകത്തിൽ മാത്രമല്ല, നമ്മുടെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ ലോകത്തിലും ദൈവം നമ്മളെ അനുഗ്രഹിക്കും, വരുവാനുള്ള ലോകത്തിലും അവൻ നമ്മുടെ അതിനുള്ള പ്രതിഫലം തരും. യാതൊരു സംശയമില്ല. അതുകൊണ്ട് നമുക്ക് ദൈവം തരുന്ന സകലത്തിലും ദശാംശം ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആറാമതായിട്ട് അബ്രഹാമിന്റെ വലിയ വിശ്വാസം അല്ലെ? 17-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. ഇനി നിന്നെ അബ്രാം എന്ന് വിളിക്കേണ്ടത് അബ്രാം എന്നല്ല വിളിക്കേണ്ടത്. ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കിയിരിക്കുക. നിന്റെ പേർ അബ്രാഹാം എന്നായിരിക്കണം. അബ്രഹാം എന്നായിരിക്കണം. പിന്നെ 15-ാം വാക്യം. ദൈവം പിന്നെ അബ്രാമിനോട്
നിന്റെ ഭാര്യയെ സാറായി എന്നല്ല വിളിക്കേണ്ട, അവളുടെ പേര് സാറ എന്നായിരിക്കണം. ആ, തമ്പുരാൻ ഇവരുടെ പേരങ്ങ് മാറ്റുക. എത്രാമത്തെ വയസ്സിലാണ്? 99ാമത്തെ വയസ്സിൽ അല്ലെ? 75ാമത്തെ വയസ്സിലാണ് വാഗ്ദത്തം കൊടുത്ത് ഇറക്കിയത്. ബഹുജാതികൾക്ക് പിതാവാക്കുമെന്ന് പറഞ്ഞ് വാഗ്ദത്തം കൊടുത്തു. നീണ്ട 24 വർഷങ്ങള് അബ്രഹാമിന് ഈ വാഗ്ദത്ത പ്രാപ്തിക്ക് വേണ്ടി കാത്തിരിക്കേണ്ടി വന്നു. അതിനിടയ്ക്ക് അബ്രഹാം ചില കുരുക്കളൊക്കെ ഒപ്പിച്ചു. ആ കുരുക്കൾ ഒപ്പിച്ചതിന്റെ അനന്തരഫലം ഇന്നും ലോകം അനുഭവിക്കുന്നു. ഞാൻ അതിലോട്ട് കയറുന്നില്ല. അപ്പോൾ അബ്രഹാം ദൈവം തനിക്ക് ലഭിച്ചതാണുള്ള വാഗ്ദത്ത നിവർത്തിക്ക് വേണ്ടി ദൈവസന്നിധിയിൽ കാത്തിരുന്നു. അതിനെക്കുറിച്ചാണ് റോമർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 19, 20, 21 വാക്യങ്ങൾ. ഇത് വളരെ നിർത്തി വായിക്കണം. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും സാറായുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വവും ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ദൈവത്തിന്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം. ഈ ഓരോ വാക്കും വളരെ ഇമ്പോർട്ടന്റ് ആണ്. തന്റെ ശരീരം നിർജീവമായി പോയി. അബ്രഹാമിന് അറിയാം. എന്നിട്ട് അബ്രഹാം വിശ്വസിച്ചു. സാറയുടെ ഗർഭപാത്രം നിർജീവമായി പോയി. ഇനി അതൊരു കുഞ്ഞുണ്ടാകാൻ ഒരു സാധ്യതയുമില്ല. അബ്രഹാമിന്റെ ശരീരം നിർജീവമായി പോയി. അബ്രഹാമിന് കുഞ്ഞുണ്ടാകാൻ സാധ്യതയില്ല. ഒരു സാധ്യതയില്ലാത്ത അവസ്ഥ. ചിന്തിച്ചു നോക്കിയേ. പക്ഷെ അബ്രഹാം അത് മാത്രമല്ല, അവൻ അവിശ്വാസത്താൽ സംശയിച്ചില്ലെന്ന് മാത്രമല്ല, വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് ഇതെങ്ങനെ സാധിക്കും? ചുറ്റും നോക്കിയാൽ എല്ലാം അവിശ്വസിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ. ദൈവം പറഞ്ഞ നിവർത്തിയാകുവാൻ ഒരു സാധ്യതയില്ല. പക്ഷേ അബ്രഹാം വിശ്വാസത്തിൽ ഒന്നുകൂടെ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തപ്പോൾ അത്ഭുതങ്ങൾ സംഭവിച്ചു. പറയുന്ന ചില രസകരമായ ഭാഗമുണ്ട്. അബ്രഹാമിനെ ഇതുവരെ അബ്രഹാമിനെ സാറാമ്മച്ചി വിളിച്ചിരുന്ന എങ്ങനെയാണ്? അബ്രഹാം യജമാനെ അല്ലേ? ഇത് കഴിഞ്ഞപ്പോ മുതൽ സാറ എന്ത് വിളിക്കാൻ തുടങ്ങി? അബ്രഹാം യജമാനെ എന്ന് വിളിക്കാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ ഓരോ പ്രാവശ്യവും അബ്രഹാം യജമാനെ എന്ന് വിളിക്കുമ്പോ എന്താ പറയുക? നീ ബഹുജാതികൾക്ക് പിതാവാണ് അല്ലെ? അബ്രഹാമിന് ആകെ നാണം തോന്നിക്കാണ് അല്ലെ? തിരിച്ച് അബ്രഹാം വിളിക്കുക. ഇത് വിളിച്ച് ഇതേവരെ സാറായി അമ്മച്ചി എന്ന് വിളിച്ചിരുന്നത് സാറാമ്മച്ചി എന്ന് വിളിക്കാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? രണ്ടുപേരും വിശ്വാസത്തിന്റെ പ്രഖ്യാപനം നടത്താൻ. ഈ കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാരെന്ന് പറയുന്നത് വളരെ അച്ചട്ടാണ് അല്ലെ? അനേകരുടെ സാക്ഷി യൂട്യൂബിൽ വരുന്നുണ്ട്. ഈ ജോയിസ് ടിവിയിൽ കൂടെ, പിന്നെ അതേപോലെ തന്നെ ആസാദി ടിവിയിൽ കൂടെ, പിന്നെ അങ്ങനെയുള്ള പല ചാനൽസ് ഉണ്ട്. അതിൽ കൂടെ ഒക്കെ അനേകർ ഒരു തരത്തിലും കുഞ്ഞുങ്ങൾ ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞ അനേകര് വിശ്വാസത്താൽ എത്രയോ പേരുടെ സാക്ഷ്യമാണ് കേൾക്കുന്നതെന്നറിയാമോ? വിശ്വാസത്താൽ അസംഭവമായത് സംഭവിച്ചത്. അതൊരു കുഞ്ഞുണ്ടാകുന്ന കാര്യം മാത്രമല്ല, എത്രയോ അസാധ്യമായ കാര്യങ്ങൾ വിശ്വാസത്തിന്റെ വചനങ്ങൾ പറഞ്ഞ് എത്രയോ പേര് അവകാശമാക്കിയിട്ടുണ്ടെന്നറിയാമോ? അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരിക്കലും എല്ലാം യാതൊരു സാധ്യതയുമില്ലെന്ന് നമ്മുടെ ചുറ്റുപാടുകൾ മുഴുവൻ നമ്മളോട് വിളിച്ചു പറയുമ്പോഴും നമ്മള് വിശ്വാസത്തിന്റെ വാക്കുകൾ മാത്രമേ പറയാവൂ. വാഗ്ദത്തത്തിന്റെ വാക്കുകൾ മാത്രമേ പറയാവൂ. ഒരു ദൈവമൈതന്റെ നാവിൽ നിന്ന് അവിശ്വാസത്തിന്റെയും നിരാശയുടെയും സങ്കടത്തിന്റെയും വാക്കുകൾ വരരുത്. പ്രിയമുള്ളവരെ, വിശ്വാസത്തിന്റെ വാക്കുകൾ വരണം. ഞാൻ ഇപ്പോഴിരിക്കുന്ന ജോലിയിൽ നിന്ന് ദൈവനെ ഉയർത്തും, ദൈവനെ മാനിക്കും. ഞാൻ അറിയിക്കാത്ത പദവികളിലേക്ക് ദൈവനെ കൊണ്ടുവരും.
നമ്മൾ പറയണം, വിശ്വാസത്താൽ പറഞ്ഞ് അവകാശമാക്കണം. എത്ര പേരുടെ അവകാശമാണ് അത്? ഓരോ കാര്യം, നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം അത് ദൈവം നടത്തി തരും. ഓരോന്നും നമ്മളങ്ങനെ ഓരോ ചെറിയ കാര്യങ്ങള് എല്ലാം ദൈവം തക്ക സമയത്ത് മറുപടി തന്ന് നമ്മളെ മാനിക്കുന്ന ദൈവമാണ്. പക്ഷെ അതുവരെയും വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കാനുള്ള ദൈവകൃപയ്ക്കായിട്ട് പ്രാർത്ഥിച്ചു. ക്ഷീണിച്ചു പോകാതെ, തളർന്നു പോകാതെ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. അതുകൊണ്ടാണ് ദാനിയേലിന്റെ പുസ്തകം നമ്മൾ വായിക്കുന്നത്, ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. Hallelujah. We have to stand firm and do exploits. Hallelujah. ഞാൻ മുമ്പോട്ട് പോകട്ടെ. അടുത്തതായിട്ട് അബ്രഹാമിന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നതായിട്ട് വലിയൊരു പ്രത്യേകത, ദൈവം അബ്രഹാമിനെ ഒന്ന് പരീക്ഷിച്ചു. എങ്ങനെയാ പരീക്ഷിച്ചേ? തന്റെ ഏകജാതനായ മകനെ ഇസ്ഹാക്കിനെ ദൈവം സ്പെസിഫിക് ആയിട്ടാ പറയുന്നത്, അല്ലേ? അല്ലെങ്കിൽ അബ്രഹാം ചെയ്തേനെ വേണമെങ്കിൽ ഇസ്മായിലിനെ പിടിച്ച് യാഗം കഴിച്ചായിരിക്കും, അല്ലേ? അതുകൊണ്ട് ദൈവം വളരെ സ്പെസിഫിക് ആയിട്ട് പറയാം, നിന്റെ ഏകജാതനായ മകൻ. അപ്പൊ മറ്റേ മകനെ ദൈവം കൂട്ടിയിട്ടില്ല. കാരണം വാഗ്ദത്ത സന്തതി ആരാ? ഇസ്ഹാക്കാണ്. അപ്പൊ വാഗ്ദത്ത സന്തതിയായ ഇസ്ഹാക്കിനെ യാഗം കഴിക്കാനായിട്ട് ദൈവം അവനോട് ആവശ്യപ്പെടുക. സാധാരണഗതിയിൽ നമ്മൾ അന്ന് എന്താ പറഞ്ഞേനെ? ഈ 75-ാമത്തെ വയസ്സിൽ വാഗ്ദത്തം തന്നിട്ട് 25 വർഷം കാത്തിരുന്ന് കിട്ടിയ ഒരു മോനാണ്. ഈ മോനെ യാഗം കഴിക്കണമെന്നൊന്നും ദൈവം പറയത്തില്ല, എനിക്ക് തോന്നിയതായിരിക്കും, അല്ലേ? ദൈവം നമ്മളോട് ചില കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ഇങ്ങനെ എക്സ്ക്യൂസ് പറയാറില്ല, അല്ലേ? ഓ, എനിക്ക് തോന്നിയതാണ്. അല്ലെങ്കിൽ ആ പ്രസംഗിച്ച ആള് വേറെ ആരോട് പ്രസംഗിച്ചതാ, എനിക്കൊട്ടാന്ന് തോന്നിപ്പോയതാ. അല്ല പ്രിയമുള്ളവരെ, ദൈവം നമ്മളോട് ചില കാര്യങ്ങൾ സംസാരിച്ചാൽ അനുസരിക്കുന്നിടത്ത് അനുഗ്രഹം. ഈ അബ്രഹാമിന്റെ ഈ അനുസരണം എന്ന് പറയുന്നത് നമ്മൾ വിചാരിച്ചതിനേക്കാളൊക്കെ ആഴത്തിലുള്ളത്, അല്ലേ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അബ്രഹാമിനോട് പെട്ടെന്ന് കൊണ്ടുപോയി അപ്പുറത്തോട്ട് കൊണ്ടുപോയി ഇസാക്കിനെ യാഗം കഴിക്കാനാന്ന് പറഞ്ഞു. 3 ദിവസത്തെ വഴി നടന്ന് മോറിയാ മലയിൽ കൊണ്ടുപോയി ഇസാക്കിനെ യാഗം കഴിക്കണം. അയ്യോ, ഈ 3 ദിവസവും അബ്രഹാമും ഇസഹാക്കും കൂടെ നടക്കുക. അബ്രഹാമിന് വേണമെങ്കിൽ നമ്മളൊക്കെ ആയിരുന്നു ഒരു സൂത്രം പ്രയോഗിച്ചത്. എന്തുവാ സൂത്രം? സാറാമ്മച്ചിയെ രാത്രി ആകുമ്പോൾ വിളിച്ചിട്ട് സാറാമ്മച്ചിയോട് പറയുന്നു, സാറാമ്മച്ചിയെ, ദൈവം ഇന്നലെ രാത്രി എന്നോട് എനിക്ക് ദർശനത്തിൽ ഇടപെട്ടു, നമ്മുടെ ഏകജാതനായ ഇസ്ഹാക്കിനെ യാഗം കഴിക്കണമെന്ന്. നാളെ രാവിലെ ഞാൻ നമ്മുടെ മകനായ ഇസ്ഹാക്കിനെയും കൊണ്ട് യാഗം കഴിക്കാൻ പോകും. അതുകൊണ്ട് അമ്മച്ചി ഉമ്മയൊക്കെ കൊടുത്ത് അവനെ അവസാനമായിട്ട് കാണുക എന്നൊക്കെ ഉള്ള സന്തോഷത്തിൽ കെട്ടിപ്പിടിച്ച ഉമ്മയൊക്കെ കൊടുത്ത് ഞങ്ങൾ രാവിലെ യാത്ര അയക്കണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്നുണ്ടായിരുന്നു. നിങ്ങൾ പറഞ്ഞു അമ്മമാര് പറയട്ടെ, വിടുവോ? വിടത്തില്ല. ലോകത്തിൽ ഒരമ്മയും വിടത്തില്ല. അപ്പൊ സാറാമ്മച്ചി അവിടെ കിടന്ന് നിലവിളിച്ചത്, അയ്യോ വേദക്കാരെ ഓടി വരി, നമ്മുടെ യജമാന അബ്രഹാമിന് എന്തോ വട്ടളകി, എന്തോ വലിയ ലൂസായതാ. അല്ല, ദൈവം തമ്പരാനങ്ങനെ പറയത്തൊന്നുമില്ല. നിങ്ങളെല്ലാം കൂടെ അവരെല്ലാം കൂടെ അബ്രഹാം യജമാനെ പിടിച്ചു കെട്ടിയിട്ട് ഇസ്ഹാക്കിനെ കൊണ്ട് പോയനെ. അബ്രഹാമിനത് അറിയാം. അബ്രഹാം അതുകൊണ്ട് സാറോട് ഒരൊറ്റ അക്ഷരം കിട്ടിയില്ല. ഞാനും മോനും കൂടെ പോയി യാഗം കഴിച്ചിട്ട് തിരികെ വരാം. ആരാ തിരികെ വരാൻ പോകുന്നത്? അബ്രഹാം മാത്രം. നിങ്ങൾ വളരെ ഗൗരവമായി ചിന്തിക്കണേ ഭാഗമൊക്കെ. അബ്രഹാമിനറിയാം താൻ തന്നെയാ തിരിച്ചു വരാൻ പോകുന്നത്. സാറാമ്മച്ചിയോട് എന്ത് പറയാമെന്ന് അറിയത്തില്ല. എന്തോ ഒരു പക്ഷെ ഇതും പോരാഞ്ഞിട്ട് ഞാൻ ചിലപ്പം വിചാരിക്കും ദൈവം എത്ര ക്രൂരനാണ്. 3 ദിവസത്തെ വഴി നടക്കുക. ഇസ്ഹാക്ക് കൊച്ചു വർത്താനവും പറഞ്ഞ് നടക്കുമ്പോഴെല്ലാം അബ്രഹാമിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരപ്പന്റെ ഹൃദയം, അയ്യോ ഞാൻ ഈ മകനെ കൊല്ലാനാ കൊണ്ടുപോകുന്നേ, യാഗം കഴിക്കാനാ കൊണ്ടുപോകുന്നേ,
പിശാച് അബ്രഹാമിനോട് പറഞ്ഞാണ്, അബ്രഹാമേ കണ്ടത്തരം കാണിക്കരുത്, അബദ്ധം കാണിക്കരുത്, നിനക്കുള്ള ഏക മകനാണ്, ഇനി ഉണ്ടാകാൻ ഒരു സാധ്യതയില്ല, അബദ്ധം കാണിക്കരുത്. പക്ഷെ അബ്രഹാം നെഞ്ചത്ത് കൈവച്ച് പറഞ്ഞു കാണും, എനിക്ക് 99-ാമത്തെ വയസ്സിൽ ഒരു കുഞ്ഞിനെ തരാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ ഞാൻ അവനെ യാഗമർപ്പിച്ചാലും ആ ചാരത്തിൽ നിന്നൊരു പുതിയ സഹാബിനെ എഴുന്നേൽപ്പിക്കാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. ഞാൻ ഒരു വഴി കൂടെ ഒന്ന് ചിന്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കട്ടെ. ഈ മോറിയ മലയുടെ താഴെ വന്നപ്പോൾ അബ്രഹാം ഒരു കാര്യം ചെയ്തു. എന്തോ വേലക്കാരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിന്നു, ഞാനും മകനൂടെ മലയിൽ കയറി യാഗം കഴിച്ചിട്ട് വരാം. എന്തുകൊണ്ടാ വേലക്കാരെ കൊണ്ടുപോകാൻ? അവർ സമ്മതിക്കില്ല. അവര് പറഞ്ഞ, അയ്യോ അബ്രഹാമെ ഞങ്ങൾ സമ്മതിക്കത്തില്ല, സാറാമ്മച്ചിയുടെ അടുത്തോട്ട് ഞങ്ങൾക്ക് തിരിച്ചു ചെല്ലണം, ഞങ്ങളെ കൂടെ ഏൽപ്പിച്ച സാറാമ്മച്ചി വിട്ടേക്കുന്നേ, ഞങ്ങൾ സമ്മതിക്കത്തില്ല. അബ്രഹാമിനത് അറിയാം. അതുകൊണ്ട് അബ്രഹാം വേലക്കാരോട് പറഞ്ഞു, നിങ്ങളിവിടെ നിൽക്കി, ഞാനും മോനുമായി പോയി യാഗം കഴിച്ചിട്ട് വരാം. വിറകെടുത്ത് മോന്റെ തലയിൽ വെച്ചപ്പോ അബ്രഹാമിന്റെ ഹൃദയം പൊട്ടിക്കാണ്. മോൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അപ്പാ വിറകുണ്ട്, തീയുണ്ട്, യാഗം കഴിക്കാൻ ആട്ടിൻകുട്ടി എവിടെ? ആ ചോദ്യത്തില് ഒരു വാള് പോലെ അബ്രഹാമിന്റെ ഹൃദയത്തിലേക്ക് കടന്നു കാണും. അപ്പോൾ അബ്രഹാം ഹൃദയത്തിൽ പറഞ്ഞു കാണും, എന്നെ വിളിച്ചിറക്കിയ ദൈവത്തെ ഞാൻ അനുസരിക്കും. I will go to any extent for obeying what my master has told me. എന്റെ യജമാനൻ എന്നോട് പറഞ്ഞതനുസരിക്കാൻ ഞാൻ ഏതറ്റം വരെ പോകുമെന്ന് അബ്രഹാം പറഞ്ഞു. ആ ഭാഗമൊക്കെ നമുക്കറിയാം. അബ്രഹാം മോനെ വിറകടുക്കി മോനെ പിടിച്ച് കിടത്തി കഴിഞ്ഞപ്പോഴായിരിക്കും ഇസ്ഹാക്കിന് മനസ്സിലായത്, ഞാനാണ് യാക്കോബ്. പക്ഷെ ഇസ്ഹാക്ക് ഒന്നും പറഞ്ഞില്ല, അവൻ പിടച്ചില്ല, ബഹളം വെച്ചില്ല. ദൈവഹിതത്തിന് കീഴ്പ്പെട്ടു കൊടുക്കുന്ന ഒരു ഇസ്ഹാക്കിനെ നമുക്കവിടെ കാണാൻ സാധിക്കും. അബ്രഹാം കത്തി ഓങ്ങി അബ്രഹാം പൂർണ്ണമായി അനുസരിച്ച് കഴിഞ്ഞപ്പോ ഇപ്പൊ ആർക്കാ തിരക്ക്? ഒന്ന് ഉറക്കെ പറഞ്ഞേ. ദൈവത്തിനാ തിരക്ക്. ദൈവം അവിടെ വിളിക്കുക, അബ്രഹാമേ അബ്രഹാമേ. ഒരു പ്രാവശ്യം വിളിച്ച പറയും, അബ്രഹാം കേൾക്കത്തില്ലയോ? പക്ഷെ ഇപ്പൊ ദൈവത്തിന് തിരക്ക്. അയ്യോ ഇവനെ കാണും, ഈ കുഞ്ഞിനെ കത്തിവെച്ച് യാഗം കഴിച്ചു കളയുമ്പോ ദൈവത്തിന് തിരക്കായി. ദൈവം പറയാ, അബ്രഹാമേ അബ്രഹാമേ, നിന്റെ ഏകജാതനായ മകന്റെ മേൽ കത്തിവെക്കരുത്. നിന്റെ ഏകജാതനായ പുത്രനെ നീ എനിക്ക് തരുവാൻ മടിക്കായുകൊണ്ട് നീ എന്നെ വാസ്തവമായി സ്നേഹിക്കുന്നുവെന്ന് ഞാൻ അറിയും. പ്രിയമുള്ളവരെ, ആ ടെസ്റ്റിൽ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് ഞാൻ അറിയുന്നു. പ്രിയമുള്ളവരെ, ദൈവം എന്ത് ചോദിച്ചാലും കൊടുക്കാനുള്ളൊരു മനസ്സ്. നമ്മുടെയൊക്കെ ഈ സമർപ്പണം, നമ്മുടെയൊക്കെ സാക്രിഫൈസ് എന്നൊക്കെ പറയുന്നത് വളരെ പരിമിതമാണ്, അല്ലേ? നമ്മൾ ഒരുപാട് കർത്താവിന് വേണ്ടി സാക്രിഫൈസ് ചെയ്തെന്നൊക്കെ പറയും. പക്ഷേ അബ്രഹാമിന്റെ സാക്രിഫൈസിനോട് നമ്മളൊന്ന് ചിന്തിച്ചു. ഇപ്പൊ നമ്മൾ പറയും, ഓ അബ്രഹാമിന് ദൈവം തിരിച്ചു കൊടുത്തില്ലെന്ന് പറയും. പക്ഷെ അന്ന് അബ്രഹാം വെരി സീരിയസ്ലി, വളരെ ഗൗരവത്തോടുകൂടിയാണ് അബ്രഹാം ചെയ്തത്. അത് കാരണം അബ്രഹാമിന്റെ സന്തതികളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടു. ഞാൻ ഓടിച്ചു മുമ്പോട്ട് പോകട്ടെ. അടുത്തതായിട്ട് നമ്മൾ കാണുന്നത്, ഇസ്ഹാക്കിന് വിവാഹം കഴിക്കാൻ സമയമായപ്പോൾ അബ്രഹാം എലയാസറെ വിളിച്ചിട്ട് എലയാസറോട് പറയാ, എലയാസറേ, നീ എന്റെ മകന് വേണ്ടി ഒരു ഭാര്യയെ കണ്ടുപിടിക്കണം. നീ എവിടുന്ന് എന്റെ മോന് ഭാര്യ എടുക്കണം? നീ ജാതികളുടെ മധ്യത്തിൽ നിന്ന് എടുക്കരുത്. എന്റെ പിതാക്കന്മാരുടെ ഭവനത്തിലേക്ക് പോയി അവിടെ നിന്ന് എന്റെ മകന് വേണ്ടി ഒരു ഭാര്യ എടുക്കണം. പ്രിയമുള്ളത്, ഇവിടെ ഒരു വലിയ സത്യമുണ്ട്. നമ്മുടെ മക്കൾക്ക് വിവാഹം ആലോചിക്കുമ്പോൾ
നമ്മുടെ മകനോ മകളോ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വേർപെട്ട ഒരാളാണെങ്കിൽ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ മാത്രമേ നമ്മുടെ കുഞ്ഞിനെ വിവാഹം ആലോചിക്കാൻ പാടുള്ളൂ. ഇന്ന് അനേകരും അല്ലാത്ത കുരുക്കുകളിൽ ചെന്ന് ചാടിയിട്ട് പിന്നെ കിടന്ന് നിലവിളിയാ. പിന്നെ പാസ്റ്റർമാരുടെ ജോലിയാ, ദൈവദാസന്മാരുടെ ജോലിയാ ഇവരെ പ്രാർത്ഥിച്ച് ശരിയാക്കാൻ. നീ ആദ്യം അനുസരിക്കേണ്ടത് അനുസരിക്കണം. അവിശ്വാസിയോട് ഇണയില്ല പിണ കൂടരുത്. ഡോണ്ട് യോക്ക് അൺഈക്വലി വിത്ത് അൺബിലീവേഴ്സ്. ഇത് പലർക്കും മനസ്സിലാക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് എന്തുവാ വെളിയുന്ന അല്ലെ ഒരു ആലോചന വന്നു. ഞങ്ങളുടെ ഭർത്താമാരുടെ ഒരു അച്ഛൻ രസകരമായിട്ട് പറയുമായിരുന്നു, വ്യാഴാഴ്ച വന്ന് പെണ്ണിനെ കണ്ടു, ഇഷ്ടപ്പെട്ടു, വെള്ളിയാഴ്ച കെട്ടി, ശനിയാഴ്ച പൊട്ടി. മനസ്സിലായത് അല്ലേ? പെട്ടെന്ന് വന്നു പെണ്ണിന് അമേരിക്കയിലാണ്. ഞാൻ ജീവിതമല്ലേ, അമേരിക്കയിൽ നല്ല കല്യാണം വന്ന രക്ഷിക്കപ്പെട്ട ദൈവമക്കളാണെങ്കിൽ ആലോചിച്ചോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ രക്ഷിക്കപ്പെട്ട ദൈവമക്കളാണെന്നുള്ളത് വ്യക്തമായി അറിഞ്ഞ് അന്വേഷിച്ചറിഞ്ഞ് മാത്രമേ വിവാഹം നടത്താവൂ. അല്ലാതെ എടുപിടി എന്ന് പറഞ്ഞുള്ള ഇൻസ്റ്റന്റ് കല്യാണങ്ങളുണ്ടല്ലോ, എല്ലാം പൊട്ടുക. ഇന്ന് ഈ പണ്ട് ഈ ജാതികളുടെ ഇടയിലേ ഉള്ളായിരുന്നു ഇത്. ഇന്ന് ക്രൈസ്തവർ കത്തോലിക്കരും കുറെ നാൾ പിടിച്ചു നോക്കി. പക്ഷെ ഇന്നും അവർ അനുവാദം കൊടുത്തു. ഞങ്ങളുടെ ഒരു ബിഷപ്പ് ഒരിക്കൽ രണ്ടും ഡൈവേഴ്സായി മൂന്നാമത്തെ കെട്ടിന് പെർമിഷൻ വാങ്ങാൻ ചെന്നപ്പം ബിഷപ്പ് വാങ്ങാൻ ചെന്ന പരിചയമുള്ള കുടുംബം, അതുകൊണ്ട് കൊടുക്കാതിരിക്കാനും വയ്യ. ചോദിച്ചു, ഇനി ഇങ്ങോട്ട് മേലാൽ ഒരു കല്യാണത്തിനുള്ള അനുവാദത്തിന് ഇങ്ങോട്ട് വന്നേക്കരുത്. 2 കുട്ടി മൂന്നാമത്തെ. ഏതായാലും അതങ്ങ് ഏറ്റു. ഇപ്പം സ്വസ്ഥമായിട്ട് കഴിയുന്നുണ്ട്. എനിക്കറിയാവുന്ന ആളായതുകൊണ്ടാ പറഞ്ഞു. ഇവിടെ എത്ര ലാഘവത്തോടുകൂടിയാ വിവാഹ ബന്ധങ്ങൾ എന്ന് വേർപെടുന്നു. ഞാൻ ഇലസ്ട്രേറ്റർ വീക്കിൽ ഇതൊക്കെ വായിച്ചു. 25 വർഷം ഒരുമിച്ച് ജീവിച്ചതിന് ശേഷം ഡൈവേഴ്സ് പെറ്റീഷൻ കോടതി ഫയൽ ചെയ്ത് കഴിഞ്ഞ് കോടതിയിൽ നിന്ന് ഡൈവേഴ്സ് പെറ്റീഷൻ അനുവദിച്ചു കഴിഞ്ഞപ്പം ഇവളങ്ങോട്ട് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചിട്ട് താങ്ക് യു വെരി മച്ച് ഫോർ ഓൾ ദ സ്വീറ്റ് മെമ്മറീസ് ദാറ്റ് യു ഹാവ് ഗിവൺ മീ എന്ന് പറഞ്ഞിട്ട് ടാറ്റ എന്ന് പറഞ്ഞിട്ട് ഒറ്റ ആലോചിച്ചു. Thank you very much for all the sweet memories that you have given me for the past 25 years. Tata. അങ്ങനെയുള്ള ലോകത്തിലെ ജീവിക്കുന്നത് പ്രിയമുള്ളവരെ. പിന്നെ ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞ ഒരു കൂട്ടർ അങ്ങനെ എറണാകുളത്ത് ഇഷ്ടം പോലുണ്ട്. ഞങ്ങളുടെ അടുത്ത ഉള്ള ഒരു വീട്ടിലോട്ട് പിന്നെ കോളനിയിലോട്ട് പോകുമ്പം അവർ പറഞ്ഞു, ഈ സൈഡിൽ കാണുന്ന ഫ്ലാറ്റുകളുണ്ടല്ലോ ഇതിനകത്ത് മുഴുവൻ ലിവിങ് ടുഗദറുകാരാണ്. കാക്കനാട്ടെ കാര്യമാണ് ഈ പറയുന്നത്, ഇറങ്ങുമല്ല. ലിവിങ് ടുഗദർ. എത്രയോ ആഗമ പാപത്തിൽ മനുഷ്യർ ഓടുമ്പോൾ ദൈവമക്കളെ ഓർത്തോണം, നമ്മുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വേർപെട്ട് ദൈവകൃപയിൽ നിൽക്കുന്നവരുമായിട്ട് മാത്രമേ വിവാഹം നടത്താവൂ. അങ്ങനെ ഒരു വിവാഹം നടത്തിയാൽ ഒരിക്കലും നമ്മൾ ദുഃഖിക്കേണ്ടി വരത്തില്ല. പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ഒക്കെ എത്ര രക്ഷിക്കപ്പെട്ടവരാണെന്ന് പറഞ്ഞാലും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ ചെറിയ ചെറിയ പൊട്ടിത്തെറികളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും. അതൊക്കെ സാധാരണ. പക്ഷേ ഇത് നമ്മൾ വളരെ ശ്രദ്ധിച്ചു. അബ്രഹാം അക്കാര്യത്തിൽ ഒരു മാതൃകയാണ്. അബ്രഹാം പറഞ്ഞു, ഈ ജാതികളിൽ നിന്നൊന്നും എൻ്റെ മോനെ നിങ്ങളെ വിവാഹം എടുക്കരുത്, സ്വന്തം ഭവനത്തിലേക്ക് പോകണം. എലിയാസറിനെ അയച്ചു. ദൈവം അബ്രഹാമിന്റെ വിശ്വാസത്തെ മാനിച്ച് സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ അബ്രഹാമിന്റെ മകൻ ഇസ്ഹാക്കിന് വേണ്ടി ഒരു ജീവിത പങ്കാളിയെ കരുതി. ദൈവം വിശ്വസ്തനാണ്, ദൈവം വാക്ക് മാറാത്തവനാണ്. അടുത്ത് 1-2 കാര്യങ്ങൾ ഓടിച്ചു പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 9ാമതായിട്ട് അബ്രഹാമിനെ കുറിച്ചുള്ള സാക്ഷ്യം. ഉൽപ്പത്തി പുസ്തകം 23-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. 23-6. നീ ഞങ്ങളുടെ ഇടയിൽ
ദൈവത്തിന്റെ ഒരു പ്രഭുവാകുന്നു. ഇതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് അബ്രഹാമിന്റെ ഭാര്യ സാറ മരിച്ചു. സാറ മരിച്ചു കഴിഞ്ഞപ്പോൾ സാറയെ അടക്കം ചെയ്യാനായിട്ട് മക്പേല ഗുഹ അബ്രഹാം വിലയ്ക്ക് വാങ്ങാൻ ചെല്ലുക. അപ്പൊ വിലയ്ക്ക് വാങ്ങാൻ ചെല്ലും, ഞാൻ സമയം പോയതുകൊണ്ട് ആ ഭാഗങ്ങൾ എടുക്കാത്തത്. വിലയ്ക്ക് വാങ്ങാൻ ചെല്ലുമ്പോൾ അബ്രഹാം ദേശനിവാസികളോട് പറയാണ്, ഞാൻ നിങ്ങളുടെ ഇടയിൽ ഒരു പരദേശിയാണ്, അതുകൊണ്ട് എന്റെ ഭാര്യയെ അടക്കാനായിട്ട് നിങ്ങളെ മക്പേല ആ ഗുഹ എനിക്ക് അവകാശമായിട്ട് തരണം, ഞാൻ അതിന്റെ പിടിപ്പത് വില തന്നോളാം. അബ്രഹാം പറയാൻ, ഞാൻ നിങ്ങളുടെ ഇടയിൽ ഒരു പരദേശിയാണ്. ഞാൻ നിങ്ങളുടെ ഇടയിൽ പരദേശിയാകുന്നെന്ന് പറയുമ്പോൾ ദേശനിവാസികൾ പറയുന്ന ഒരു കാര്യമുണ്ട്. അബ്രഹാമേ, നീ പരദേശിയല്ല, നീ ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിന്റെ ഒരു പ്രഭു. ഹല്ലേലൂയ. അബ്രഹാമിനെ കുറിച്ച് ദേശനിവാസികൾക്ക് പറയാനുണ്ടായിരുന്നത്, അബ്രഹാമേ, നീ പരദേശിയല്ല, നീ ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിന്റെ ഒരു പ്രഭുവാണ്. പ്രിയമുള്ളവരെ, നമ്മൾ പാർക്കുന്ന ചുറ്റുപാടുകളിൽ മറ്റുള്ളവർ നമ്മളെ കുറിച്ച് സാക്ഷ്യം പറയാനിടയാണ്. എന്റെ ഒരു ആഗ്രഹം അതാണ്, ദൈവത്തിന്റെ ഒരു പ്രഭു എന്നെയും നിങ്ങളെ കുറിച്ച് അങ്ങനെ സാക്ഷ്യം പറയാനിടയായിട്ട്. ലോത്തിനെ കുറിച്ച് പറയുന്ന ഒരു സാക്ഷ്യമുണ്ട്, അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം. അന്നേരമായിട്ട് ഗൗരവം നമ്മൾ മനസ്സിലാകുന്നത്. ഉൽപ്പത്തി 19:9. ഇവൻ ഒരുത്തൻ പരദേശിയായി വന്നു പാർക്കുന്നു, ന്യായം വിധിക്കാനും ഭാവിക്കുന്നു. ഇതെന്തോന്ന്, എവിടെ പശ്ചാത്തലം എന്താണെന്നറിയാമോ? സോദോം ഗൊമോറ നശിപ്പിക്കുന്നതിന് മുമ്പ് ദൈവം തന്റെ 2 ദൂതന്മാരെ സോദോം ഗൊമോറയിലേക്ക് അയച്ചു. അവിടെ ചെന്നപ്പോൾ ദൂതന്മാർ അവിടെ ചെന്ന് കഴിഞ്ഞ് രാത്രിയായപ്പോൾ ഒരുപാട് അനിഷ്ട സംഭവങ്ങൾ അവിടെ ഉണ്ടായി. നമുക്കിവിടെ പറയാൻ പോലും ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ലോത്ത് ഇറങ്ങിച്ചെന്ന് ദേശനിവാസികളോട് പറയുന്നുണ്ട്, പ്രിയമുള്ളവരെ, ദേവിയെ ഇങ്ങനെ ചെയ്യരുത്, എന്റെ വീട്ടിൽ അതിഥികളായിട്ട് വന്നവരാണ്, അവരോട് നിങ്ങൾ ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞപ്പോൾ ആ ദേശനിവാസികൾ പറയുന്ന ഒരു കാര്യമുണ്ട്, നീ ഞങ്ങളുടെ ഇടയിൽ ന്യായം വിധിപ്പാൻ നീ ആരാ? നീ എങ്ങാണ്ടെന്ന് വന്നൊരു പരദേശി. ലോത്തിനെ കുറിച്ച് സോദോം ഗൊമോറയ്ക്കാർക്ക് പറയാനുണ്ടായിരുന്നത്, ലോത്ത് പട്ടണവാദിക്കലായിരുന്നു ഇരുന്നത്, അല്ലേ? ഈ 2 ദൂതന്മാർ ചെല്ലുമ്പോൾ ലോത്ത് എവിടെ ഇരിക്കുന്നത്? പട്ടണവാദിക്കൽ ആരാ ഇരിക്കുന്നത്? ദേശത്തിലെ പ്രഭുക്കന്മാരാ, ദേശത്തിലെ ഉന്നതന്മാരാ പട്ടണവാദിക്കൽ ഇരിക്കുന്നത്. അല്ലാത്തവരൊന്നും പട്ടണവാദിക്കൽ ഇരിക്കത്തില്ല. അപ്പൊ ലോത്ത് അവിടെ ചെന്ന് വലിയൊരു പ്രഭുവൊക്കെ ആയി, വലിയ ധനാഠ്യനൊക്കെ ആയി, ഒരുപാട് സമ്പത്തൊക്കെ വായിച്ച് ദേശത്ത് ഒരു വലിയ ഒരു അരമുറിയൻ രാജാവായിട്ട് ഇങ്ങനെ വാഴുക. അന്നേരമാണ് ഇത് സംഭവിക്കുന്നത്. ഇത് സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ന്യായം പറയാൻ ചെന്നപ്പോൾ ലോത്തിനെ ആളുകൾ തട്ടി മാറ്റിയിട്ട് പറയാം, നീ എങ്ങാട്ടുന്നൊരു പരദേശി, ആരാണ് നീ ഞങ്ങളുടെ ഇടയിൽ ന്യായം വിധിക്കാൻ? അതേ സമയത്ത് അബ്രഹാം പറയാം, ഞാനൊരു പരദേശിയാണെന്ന് പറയുമ്പോൾ അബ്രഹാമിനെ കുറിച്ച് ദേശനിവാസികൾ പറയാം, അബ്രഹാമേ, നീ പരദേശിയല്ല, നീ ദൈവത്തിന്റെ ഒരു പ്രഭുവാണ്. ഹല്ലേലൂയ. എന്നെയും നിങ്ങളെയും കുറിച്ച് നിങ്ങളൊരു സാക്ഷ്യം പറയാം ദൈവം ഇടയാക്കട്ടെ. അബ്രഹാം സകലത്തിലും ദൈവത്തോട് വിശ്വസ്തനായി, എല്ലാ കാര്യങ്ങളിലും വിശ്വസ്തനായിട്ടൊരു അബ്രഹാമിനെ കുറിച്ച് ദൈവം പറയാണ്, എന്റെ സ്നേഹിതനായ അബ്രഹാം. നമ്മുടെ തലവണക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കേട്ട വചനത്തിന്റെ മുമ്പിൽ നമുക്ക് നമ്മുടെ ഹൃദയത്തെ ഒന്ന് ശോധന ചെയ്യാം. പ്രിയമുള്ളവരെ, വിളിച്ച് ഇറക്കിയപ്പോൾ ഇറങ്ങിത്തിരിച്ച അബ്രഹാമിന്റെ സമർപ്പണം, തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ തനിക്കുള്ള അവകാശത്തിന് വേണ്ടി വാദിക്കുന്നവനല്ല, മറിച്ച് അവകാശങ്ങൾ ത്യജിക്കുന്നവനാണ് ഒരു അബ്രഹാം. തന്റെ സഹോദരനായ ലോത്ത് തന്നെ കളിപ്പിച്ചിട്ട് പോയതാണ്. സഹോദരപുത്രനായ ലോത്തിന് വേണ്ടി അവനെ മറ്റുള്ളവർ പിടിച്ചുകൊണ്ട് പോയപ്പോൾ അവന് വേണ്ടി വീട്ടിൽ വളർന്നതാളുടെ അഭ്യാസികളെ കൂട്ടിക്കൊണ്ടുപോയി 4 രാജാക്കന്മാരെ തോൽപ്പിച്ച് സകലവും മടക്കിക്കൊണ്ടുവന്ന അബ്രഹാം.
സ്വതം ഗോമോറയ്ക്ക് വേണ്ടി ഇടിവിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു അബ്രഹാം, സകലത്തിലും ദശാംശം കൊടുക്കുന്ന ഒരു അബ്രഹാം, സ്വന്തം മകനെ പോലും യാഗം കഴിക്കാൻ തക്കവണ്ണം അത്രത്തോളം ദൈവത്തെ അനുസരിക്കാൻ മനസ്സ് കാണിച്ചൊരു അബ്രഹാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ സമർപ്പണത്തെ നമുക്കൊന്ന് ശോധന ചെയ്യാം. യേശുവേ. നമ്മുടെ സമർപ്പണം എങ്ങനെയുണ്ട്? അബ്രഹാം ചെന്നിടത്തൊക്കെ യാഗപീഠം പണിത് ദൈവത്തെ ആരാധിച്ചു. ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളിലും ദൈവത്തെ ആരാധിക്കുന്നവരായി നമുക്ക് മാറാം. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവരായി. ഞായറാഴ്ചകളിൽ മാത്രമല്ല, മറ്റുള്ള ഇട ദിവസങ്ങളിലും നമുക്ക് കിട്ടുന്ന അവസരമൊക്കെ കർത്താവിനെ ആരാധിച്ച് മുന്നേറാൻ നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, അവിടുന്ന് ഇതുവരെ ഞങ്ങളോട് ഹൃദ്യമായി ഇടപെട്ടുകൊണ്ടിരുന്നതിനായി സ്തോത്രം. വചനത്തിന് മുമ്പിൽ ഞങ്ങളെ തന്നെ കീഴ്പ്പെടുത്തി തരുന്നു കർത്താവേ. അബ്രഹാമിനെ പോലെ നിങ്ങളുടെ ഒരു സ്നേഹിതനെന്ന് ഞങ്ങൾ അറിയപ്പെടണം. അപ്പം ഞങ്ങളെ നോക്കി മറ്റുള്ളവർ ദൈവത്തിന്റെ ഒരു പ്രഭു എന്ന് പറയത്തക്ക സാക്ഷ്യമുള്ളൊരു ജീവിതം നയിപ്പാൻ സ്വർഗം ഞങ്ങളെ സഹായിച്ചട്ടപ്പ. കഴിഞ്ഞ നാളുകൾ വന്നു പോയിട്ടുള്ള കുറവൊക്കെ ക്ഷമിക്കണം. രക്തത്താൽ കഴുകണം. ഓർക്കല്ലേ അമ്മ, പുത്രനെ ഓർത്ത് ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളെ തന്നൂടെ പുതുതായി ഞങ്ങളുടെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പണത്തോടെ ഞങ്ങളെ അയച്ചാട്ട് മഹത്വത്തോട് നിരത്താട്ട്. പുത്രന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ഉറങ്ങിയിരിക്കുന്നു. 1 മണിയായപ്പോൾ എനിക്കറിയാം എല്ലാവരും ഇച്ചിരി ഉറക്കമൊക്കെ വരും. അതിൽ തന്നെ ഞാൻ പറയട്ടെ. പ്രൈസ് ദി ലോർഡ്. അടുത്ത ശനിയാഴ്ച ഉപവാസ പ്രാർത്ഥന, ഞായറാഴ്ച പത്രമേശയും ആരാധനയും ഉണ്ടായിരിക്കുന്നതാണ്. അല്ലെ മറന്നു പിന്നെ വിളിച്ച് പറയേണ്ടി വരും. ഇത് എത്ര പേര് ഓർത്തായിരുന്നു?